ഹല്ലേലൂയ. ഒരു നിമിഷം കൂടി നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ നമുക്ക് മൂടാമല്ലോ. തിരുസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ നടുവിൽ കർത്താവിനെല്ലാം മഹത്വവും മാനവും അർപ്പിച്ചുകൊണ്ട് തമ്പുരാന്റെ മുമ്പിലേക്ക് ഒരു നിമിഷം കൂടി നമ്മളെ ഒന്ന് ഏകാഗ്രതയോടെ സമർപ്പണത്തോടെ ഒന്നേൽപ്പിച്ചു കൊടുക്കാമോ? പ്രൈസ് ദി ലോർഡ്. തിരുമുമ്പിൽ കാഴ്ചവെക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. തിരുമുമ്പിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ആ പ്രാർത്ഥനയോടെ ആരാധനയോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്നടത്തിയെല്ലാമല്ലോ. തിരുമുൻപിൽ കാഴ്ചവെക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. തിരുമുൻപിൽ കാഴ്ചവെക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതന്റെ മാർഗം. വലത് കരം ഒന്ന് ഉയർത്തിക്കൊണ്ട് ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതന്റെ മാർഗിടമേ. സ്വർഗസുഖ പീഠം വെടിഞ്ഞു എന്നെ തേടി വന്നവനെ. തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെത്താൻ താഴ്ത്തിയോ. എല്ലാരും ചേർന്ന് സ്വർഗസുഖപീഠം സ്വർഗസുഖപീഠം വെടിഞ്ഞ് യേശുപ്പാ എന്നെ തേടി വന്നവനെ. Yes, Lord. തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ് യേശുവേ തന്നെത്താൻ താഴ്ത്തിയോനെ. ഇന്നും ആരാധിക്കുമ്പോ ഞങ്ങൾ കാണുന്നു നിന്നെ. തേജസ്സിന്റെ പൂർണ്ണനായി ഇന്നും ആരാധിക്കുമ്പോ ഞങ്ങൾ കാണുന്നു നിന്നെ. സ്തുതികൾക്കും യോഗ്യനായി. ഓ, ഇതുപോലൊരു ഭാഗ്യം, ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതന്റെ മാർഗിടമേ. ഓ, ഇതുപോലില്ല
ഭാരമെന്റെ വിടവേ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവ്വഭൂമാ ആടിയ നീരാ ആടിയ നീരാ ദേവാ ആടിയ നീരാ ദേവാ ആടിയ നീരാ ദേവാ ആടിയ നീരാ ആരാധിക്കും ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻ മുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവ്വഭൂമാ ആടിയ നീതാ ആടിയ നീതാ ശബ്ദമുയർത്തി പറ ഓ ദേവാ ആടിയ നീതാ ദേവാ ആടിയ നീതാ ആടിയ നീതാ ദേവാ ആടിയ നീതാ ദേവാ ആടിയ നീതാ ദേവാ ആടിയ നീതാ ആ കരമൊന്ന് ഉയർത്തി പറഞ്ഞേ More love, more power, oh, more of you in my life. More love, more power, oh, more of you in my life. That I will worship you. And I will seek your face all through my life. And I will serve you, Lord, with all that I have. Here I am. Adiya Dida Deva Adiya Dida Tiru Sanithyam Narigata Tiru Sanithyam Narigata Parishuddhaatmavinte Kripa Narigata Janamaatmavinte Narigata Devashakti innu rathri vyavarikkate Kartave Swargiya Pidave Tirunaamathinu Nandi ആലയത്തിന്റെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ അങ്ങയുടെ നിറഞ്ഞ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ലഭിച്ച കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ദൈവസഭ ഒരുമിച്ച് ഈ രാത്രി ജയമേറ്റെടുക്കുകയോ സ്വർഗം അത് ചെയ്യും യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ ആമേൻ. വീണ്ടും നമുക്ക് ഈ രാത്രിയിലുമായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ
സാവകാശത്തിന് നന്ദി പറയുന്നു. ഞാൻ സത്യമായിട്ട് നിങ്ങളുടെ ഒരു ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയാം. എനിക്ക് പ്രസംഗിക്കാൻ ഒട്ടും ഇഷ്ടമില്ല, എനിക്ക് വർഷിപ്പ് ചെയ്യാനാണ് ഇഷ്ടം. കാരണം ആമേൻ ആരാധിക്കുമ്പോൾ ആമേൻ ലഭിക്കുന്ന ഒരു സാന്നിധ്യം, ആമേൻ ഇന്ന് ഇത്രയും ആത്മാവിൻ്റെ സാന്നിധ്യം ഈ ആലയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ തമ്പുരാനെ ആരാധിക്കാൻ മടി കാണിക്കരുത് കേട്ടോ. വാണപ്രിയനായ എൻ്റെ യേശു, ആമേൻ വീണ്ടെടുപ്പുകാരനായ എൻ്റെ കർത്താവ് ഇന്ന് ആമേൻ രാത്രിയിലും നമ്മുടെ നടുവിൽ ഉള്ളത് കൊണ്ട് കരമടിച്ചു ദൈവത്തിന് നന്ദി പറ. മീറ്റിംഗിന്റെ അവസാനം ആരാധിക്കാൻ നിൽക്കരുത്, അവസാനത്തെ ആശീർവാദത്തിന് തൊട്ട് മുമ്പ് കരമടിക്കാൻ നിൽക്കരുത്. ഈ രാവിലെ സമയം വ്യാപരിച്ച ആത്മാവിന്റെ കൃപ കുറഞ്ഞിട്ടില്ല, ആത്മാവിന്റെ സാന്നിധ്യം കുറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, ആമേൻ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിന്റെ അഭിഷേകത്തിന് ഇന്ന് ഈ മീറ്റിംഗ് ലൈവിൽ കണ്ട അവൻ USA ഇരുന്ന് സൗദി അറേബ്യയിൽ ഇരുന്ന് ഒരുപാട് പേര് അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവരിരുന്ന മുറിക്കകത്തിരുന്ന് ശക്തമായി അവർ അഭിഷേകത്തെ നിറയാനിടയായി. അപ്പോൾ ഈ മീറ്റിംഗ് ഇതിനകത്ത് മാത്രമല്ല ചലിക്കുന്നത്, ലോകത്തിന്റെ നാനാവിധങ്ങളിൽ ഈ സാന്നിധ്യം ചലിക്കുകയാണ്. സൗദി അറേബ്യയിൽ ഈ സാന്നിധ്യം ചലിക്കുന്നു, US-ൽ ഈ സാന്നിധ്യം ചലിക്കുന്നു, UK-ൽ ഈ സാന്നിധ്യം ചലിക്കുന്നു. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, ഈ ഉപവാസം ഈ സഭയുടെ ഒരു ചരിത്രമായി മാറാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ആരാധിച്ചു തുടങ്ങിക്കോ. ആമേൻ, 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 ആമേൻ. അതിശക്തമായി ദൈവത്തെ ആരാധിച്ച് രണ്ടന്യഭാഷ കൊണ്ട് നിർത്തുന്ന നമ്മുടെ ആരാധന അന്യഭാഷകളിലേക്ക് വരണം, അന്യഭാഷകളിലേക്ക് വരണം. എനിക്കൊരു കാര്യം അറിയാം, നിങ്ങൾക്കെതിരെ കെട്ടിയ ചില കെട്ടുകൾ നിങ്ങളുടെ നാവിലൂടെ പറയുന്ന അന്യഭാഷയിലൂടെ ദൈവം അഴിച്ചു മാറ്റും. ഞാനത് വിശ്വസിക്കുന്നു. നിങ്ങൾ അന്യഭാഷ പറയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനെതിരെയോ നിങ്ങളുടെ തലമുറക്കെതിരെയോ നിന്റെ സഭയ്ക്കെതിരെയോ നിന്റെ ദേശത്തിനെതിരെയോ പിശാച് കെട്ടിയത് നീ പറയുന്ന അന്യഭാഷയിൽ ദൈവം ഇന്ന് പകൽ അഴിച്ചു മാറ്റും. പറഞ്ഞു തുടങ്ങ്. ഇന്നലെ പറഞ്ഞ രണ്ട് അന്യഭാഷയുടെ ശകലമല്ല, ആത്മാവിൽ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ച്, അന്യഭാഷകൾ ദൈവത്തോട് സംസാരിച്ച്, അന്യഭാഷകൾ ദൈവത്തെ ആരാധിച്ച് ഈ രാത്രി മുതൽ ആത്മാവിനോട് പറയുന്നു, ഒരു പുതിയ തലം ഈ സഭക്കകത്ത് ദൈവം വെളിപ്പെടുത്താൻ പോകുക. ഒരു ആത്മാവിന്റെ തലം ഇതിനകത്ത് വെളിപ്പെടാൻ പോകുക. പ്ലീസ്, ഇതിനെ നടുക്കിയിരിക്കുന്ന അഭിഷിക്തന്മാർ, പ്ലീസ്, നിങ്ങൾക്കൊരു ആത്മനിയോഗം കിട്ടിയ നിങ്ങൾ ആരാധിക്കാനോ കൈവച്ച് പ്രാർത്ഥിക്കാനോ മടി കാണിക്കരുത്. ഈ രാത്രി കൃപാവരങ്ങളുടെ രാത്രിയാണ്, ഈ രാത്രി അഭിഷേകത്തിന്റെ രാത്രിയാണ്, ഈ രാത്രി ശുശ്രൂഷയുടെ പുതുക്കത്തിന്റെ രാത്രിയാണ്. ആത്മാവിനോട് പറയുന്നു, ഒരു ദൈവത്തിന്റെ ദൂതൻ കത്തുന്ന യാഗപീഠത്തിൽ നിന്ന് ഒരു കൊടിലെടുത്ത് ചിലതിന്റെ നാവിനെ ഇന്ന് പകൽ തൊടുകയാ, ഇന്ന് രാത്രി തൊടുകയാ. ദൈവത്തിന്റെ ദൂതൻ ചില കുഞ്ഞുങ്ങളെ, ചില ദൈവദാസന്മാരെ, ചില ദൈവമക്കളുടെ അധരങ്ങളെ തൊടുകയാ, ഭാഷ മാറാൻ പോകുക, അന്യഭാഷ മാറാൻ പോകുക, പ്രവചനം മാറാൻ പോകുക. അന്യഭാഷകൾ മാറട്ടെ, അന്യഭാഷകൾ പറഞ്ഞ നിങ്ങളുടെ നാവുകളിൽ അന്യഭാഷകൾ ഒരു ഭാഷയല്ല, അനവധി ഭാഷകൾ ഇപ്പോൾ വ്യാപരിക്കുന്നു. കർത്താവിന് നല്ല മടമൊന്ന് സ്തോത്രം ചെയ്തേ.
ഈ 12ാമത്തെ ദിവസമേ ഇത് ആയിട്ടുള്ളൂ. ഇനിയും ചില ദിവസങ്ങൾ കിടക്കുന്നു. എനിക്കറിയത്തില്ല ഇതിന്റെ സമാപനമൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം വള്ളിപുള്ളി തെറ്റാതെ ഞാൻ പറയാ, ഇതിനകത്തൊരു പുതിയ ചലനം ഉണ്ടാകാൻ പോകുക. പെന്തക്കോസ് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരാത്മാവിന്റെ നിയോഗം ഇതിനകത്ത് ദൈവം വെളിപ്പെടുത്താൻ പോകുക. ഞാൻ ബോഷ്ക്ക് പറയുകയല്ല, എന്നോട് ആത്മാവ് പ്രവചിച്ചു പറയുന്നു, കുഞ്ഞെ ഇതിനകത്ത് ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുക. ഇതിനകത്തെ ശുശ്രൂഷകന്മാരെ ദൈവം തീ കർശനമാക്കി ദൈവം മാറ്റുന്ന ദിവസങ്ങൾ വിദൂരമല്ല. ഇതിനകത്ത് പാടുന്ന കുഞ്ഞുങ്ങളുടെ മേൽ, ശുശ്രൂഷ ചെയ്യുന്നവരുടെ മേൽ അതിശക്തമായ അഭിഷേകം. ജീസസ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഇന്ന് രാവിലെ സമയമെടുത്ത് നിങ്ങളോട് പ്രസംഗിക്കാനെടുത്ത കുറിവാക്യം തിമോഥെയോസിന്റെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 24 വരെ വാക്യമാണ്. രാവിലെ സമയം വരാത്തവർക്ക് വേണ്ടി പറയാ, 14 ലേഖനങ്ങൾ പൗലോസ് എഴുതിയതിൽ 3 പ്രധാനപ്പെട്ട ലേഖനങ്ങൾ, 1 തിമോഥെയോസ്, 2 തിമോഥെയോസ്, തീത്തോസിന്റെ ലേഖനം. ഇത് ഇടയ ശ്രേഷ്ഠ ലേഖനങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നു. എന്നാൽ തിമോഥെയോസും പൗലോസും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. എന്താണ് ആഴമായ ബന്ധം? ഒന്ന്, പൗലോസിന്റെ അഭിസംബോധന. തിമോഥെയോസിനെ വിളിക്കുന്നു എൻ്റെ മകനെ, എൻ്റെ കൂട്ടുവേലക്കാരൻ, എൻ്റെ സഹശുശ്രൂഷകൻ. ആരാണ് തിമോഥെയോസ്? അപ്പൻ യവനായ സമുദായത്തിൽപ്പെട്ടവൻ, അമ്മ യഹൂദ സ്ത്രീ. ഗ്രീക്കുകാരിൽ ഒരിക്കലും യഹൂദന്മാരുമായിട്ട് സമ്പർക്കമില്ല. യേശു തമ്പുരാൻ നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ വന്ന സമരിയക്കാരോട് പറയുന്നു, നീ ഒരു സമരിയക്കാരി ആയിരിക്കെ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? സമരിയക്കാരും ഇസ്രായേൽ മക്കൾ തമ്മിൽ സമ്പർക്കമില്ലാത്തതുപോലെ ഇവർ തമ്മിൽ സമ്പർക്കമില്ല. പൗലോസ് എത്രയോ പടി ശ്രേഷ്ഠതയിൽ, തിമോഥെയോസ് എത്രയോ പടി താഴെ നിൽക്കുന്നു. എന്ന ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സ്വർഗം തന്നെ തൊട്ട് കഴിഞ്ഞപ്പോൾ പാരമ്പര്യത്തിന് നടുച്ചുവര് തമ്പുരാൻ ഇടിച്ചു കളഞ്ഞു. ഇന്ന് രാത്രി ഒരു ദൂത പറയാ, പെന്തക്കോസിന്റെ അനുഭവം പ്രാപിച്ച ദൈവ പൈതലേ, ഒരു പാരമ്പര്യം നിനക്ക് പാടില്ല. ഒരു കോളർ വെക്കുന്നതൊന്നും നിനക്ക് പാടില്ല. ഏത് താവണവനെയും ചേർത്ത് പിടിക്കാൻ, ഏത് കഴിവില്ലാത്തവനെയും ചേർത്ത് പിടിക്കാൻ ഇന്ന് രാത്രി ദൈവകൃപ വ്യാപരിക്കട്ടെ. കരം ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, കഴിവില്ലാത്തവനെയും ചേർത്ത് പിടിക്കണം, കഴിവുള്ളവനെയും ചേർത്ത് പിടിക്കണം, കറുത്തവനെയും ചേർത്ത് പിടിക്കണം, കളർ ഉള്ളവനെയും ചേർത്ത് പിടിക്കണം. അതാണ് രക്തത്തിന്റെ വില. ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ആ തിമോഥെയോസിന് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, കുഞ്ഞെ തിമോഥെയോസേ, സാധാരണക്കാരനല്ല നീ, നിന്റെ മേൽ അസാധാരണമായ ഒരു വിളി കിടപ്പുണ്ട്. തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ തിമോഥെയോസിനോട് പറയുന്നു, എൻ്റെ മകനെ തിമോഥെയോസേ, നിന്നെ കുറിച്ച് മുമ്പുള്ള പ്രവചനത്തിനൊത്തവണ്ണം ഞാൻ ഈ ദൂത് നിനക്ക് കൈമാറുന്നു. നിന്നെ കുറിച്ച് മുൻപൊരു പ്രവചനമുണ്ട്. നിന്നെ കുറിച്ച് ദൈവത്തിന്റെ അരുളപ്പാട് മുന്നമേ അറിയിച്ചിട്ടുണ്ട്. ആ അരുളപ്പാട് വെച്ചുകൊണ്ട് ഞാൻ നിനക്കൊരു ദൂത് പറയുന്നു. നിന്റെ മേലൊരു വിളിയുണ്ട്. ഇന്ന് അവൻ ഈ IPC പ്രയർ സെന്റർ സഭയെ നോക്കി പറയുന്നു, എല്ലാവർക്കുമുള്ള വിളിയല്ല ഈ സഭയ്ക്കുള്ള വിളി. സംതിങ് സ്പെഷ്യൽ. ഈ സഭയ്ക്കൊരു സ്പെഷ്യൽ ഒരു വിളിയുണ്ട്. മനസ്സിലാക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവമക്കളെ, നിങ്ങളുടെ വിളി അസാധാരണ വിളിയാണ്. വിശ്വസിക്കാൻ കഴിയുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ആമേൻ. ഈ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ കൊരിന്ത്യ സഭയ്ക്ക് 2 ലേഖനം എഴുതി. 1 കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായം തൊട്ട് 6-ാം അധ്യായം വരെ ആ സഭയെ കുറിച്ച് പൗലോസ് ചിലത് കേട്ടു. എന്നാ കേട്ടത്? ആദ്യം കേട്ടത് അനുഗ്രഹിക്കപ്പെട്ടതാണ്. എന്താണ്? ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത ദൈവസഭ. രണ്ടാമത് കേട്ടു, വിശ്വാസത്തിലും പ്രത്യാശയിലും യേശുവിന്റെ 2-ാം വരവെങ്കിലും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദൈവസഭ. എന്നാൽ 3-ാമത് കേട്ടത് കേൾക്കാൻ പാടില്ലാത്തതാണ്. നിങ്ങളുടെ സഭയിൽ വിഭിന്ന അഭിപ്രായക്കാരുണ്ടെന്ന് ഞാൻ അറിയുന്നു. പൗലോസിന്റെ പക്ഷക്കാർ, കേഫാവിന്റെ പക്ഷക്കാർ, ക്രിസ്തുവിന്റെ പക്ഷക്കാർ, ഇത്രയും കൃപാവരം തലക്കുമീതെ ചലിച്ചിട്ടും അവിടെ കക്ഷിത്വമുണ്ടെന്ന് ഞാൻ അറിയുന്നു.
എന്നാൽ അതിൻ്റെ 1:26 വന്നപ്പോൾ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ഇത്രയും കൃപാവരം വ്യാപരിച്ചിട്ടും നിങ്ങളുടെ ഈശ്യവും പിണക്കവും ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. എന്നാ പറ്റിയെന്നറിയാമോ? നിങ്ങൾക്ക് നിങ്ങളുടെ വിളിയെ അറിയത്തില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നിങ്ങൾ നോക്കുവിൻ. ഈ രാത്രി ഒറ്റ ദൂത് പറയുന്നു, നമ്മുടെ വിളി എന്തെന്ന് മനസ്സിലാക്കിയാൽ ഞാനും നിങ്ങളും അനാവശ്യമായ ഒരു വിഷയത്തിലും ഇടപെടത്തില്ല. എന്റെ വിളി എന്തെന്ന് മനസ്സിലാക്കിയാൽ എന്റെ മേലുള്ള അഭിഷേകം ചോരാൻ ഞാൻ അനുവദിക്കത്തില്ല. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? ഞാൻ ഒന്നുകൂടി പറയാ, എന്റെ വീട്ടിൽ മാഗസിൻ കേട്ടാറില്ല, എന്റെ വീട്ടിൽ മാഗസിൻ കേട്ടാറില്ല, എന്റെ വീട്ടിൽ ഞാൻ മലയാള മനോരമയും മാതൃഭൂമിയും കേട്ടാറില്ല. എന്തിനാ കേട്ടുന്നത്? ആമെ പിടിച്ചു പറയും കൊലപാതകവും ആമെ സ്തോത്രം ലൈംഗികതയും കൊണ്ട് നിറഞ്ഞ ആമൻ വാർത്തകൾ എന്റെ വീട്ടിൽ കേട്ടത്തില്ല. 2, ആരെങ്കിലും ഒരു ദൈവ പൈതൽ, ഒരു ദൈവദാസനെ കുറിച്ച് അരുതാത്ത ഒരു സന്ദേശം വാട്സാപ്പ് വഴി പ്രചരിപ്പിച്ചെന്നറിഞ്ഞാൽ ഞാൻ മെമ്പർഷിപ്പ് കട്ട് ചെയ്യും. ഒരു സ്വത്രം പറ. എടാ, ഒരു ദൈവദാസനെ കുറിച്ച് അരുതാത്ത ഒരു കമന്റ്, ഒരു മെസ്സേജ് അടുത്ത വ്യക്തിക്ക് സെൻഡ് ചെയ്തെന്നറിഞ്ഞാൽ ആ വ്യക്തി പിന്നെ ചർച്ചയിൽ തുടരാൻ ഞാൻ അനുവദിക്കത്തില്ല. കാരണം ദൈവസഭ വിശുദ്ധമാണ്. അത് രക്തം കൊടുത്ത് സമ്പാദിച്ചവൻ അതിന് കണക്ക് കൊടുക്കുന്നുണ്ട്. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ഇന്ന് രാത്രി ഞാൻ ഒരു ദൂത് പറയാ, ദൈവസഭ കളിക്കാനുള്ളതല്ല, തമാശ പറയാനുള്ളതല്ല, കിഴവിക്കഥ പറയാനുള്ളതല്ല. ഇതിന്റെ നടുവിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു തമ്പുരാനുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറ. മക്കളെ, നിങ്ങളുടെ വിളി ചെറുതല്ല. ഞാൻ 2 കാര്യങ്ങൾ രാവിലെ പറഞ്ഞു. ഒന്ന് പ്രൈം മിനിസ്റ്റർ ആമൻ ജവഹർലാൽ നെഹ്റു ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറഞ്ഞു, ആമൻ ഇവർ ഉറങ്ങുന്ന സിംഹമാണ്, ഉറങ്ങിക്കോട്ടെ. പക്ഷെ ഇന്ന് രാത്രി ഉറങ്ങുന്ന സിംഹമല്ല, ആമൻ ഈ പയസന്റിലെ ദൈവമക്കൾ ഗർജിക്കുന്ന സിംഹമായി ഇന്ന് രാത്രി എഴുന്നേൽക്കണം. ഒരു ഹല്ലേലൂയ പറ. ഗർജിക്കുന്ന സിംഹമായി എഴുന്നേൽക്കണം. 2, 12 വയസ്സുള്ള ആമൻ ദ ഗ്രേറ്റ് അലക്സാണ്ടർ ചക്രവർത്തിയെ നോക്കിയിട്ട് തന്റെ അപ്പനായ ഫിലിപ്പ് രാജാവ് പറഞ്ഞു 2 ചോദ്യം. 1, നീ ആരാണ്? 2, നീ ആരാകാനുള്ളവനാ? ഈ 2 ചോദ്യം 34 വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ മഹാസമുദ്രത്തെ നോക്കി വെല്ലുവിളിച്ച് ഞാൻ നിന്നെ കീഴടക്കുമായിരുന്നു എന്ന് പറഞ്ഞതിന്റെ ചരിത്രം എന്നാണെന്നറിയാമോ? തന്റെ വിളി മനസ്സിലായി. എന്നെ കേൾക്കുന്ന ദൈവദാസിമാരെ, നിങ്ങളുടെ വിളി എന്തെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ കാലിനടിയിൽ ദൈവശക്തി വ്യാപരിക്കും. ഒരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറ. ആമേൻ. ഞാൻ അടുത്ത ദൂതിലേക്ക് വരാം. അവൻ ഒന്നാമത്തെ ക്രിസ്ത്യൻ കോളിംഗ്, നമ്പർ 1, എന്റെ മകനെ. 2 തീമോഥെയോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. എന്റെ മകനെ ക്രിസ്തുയേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടുക. 1-ാമത്തെ സ്തോത്രം വിളി, 1-ാമത്തെ ആമൻ ക്രിസ്ത്യൻ കോളിംഗ് പുത്രത്വത്തിന്റെ വിളി. ഒരു ആമേൻ പറയാൻ പറ്റുമോ? പുത്രത്വത്തിന്റെ വിളി. ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. 2 ജനനം, 2 മരണം, 2 പുനരുത്ഥാനം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് 2 ജനനമുണ്ട്, 2 മരണമുണ്ട്, 2 പുനരുത്ഥാനമുണ്ട്. അതാ നിക്കോദിമോസോട് പറഞ്ഞത്. ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ഒരിക്കൽ ജനിച്ച നിങ്ങൾ 2ാമത് ജനിക്കണം. ഒരിക്കൽ ജനിപ്പാൻ ദൈവം കൃപ ചെയ്തു. എന്നാൽ എനിക്കും നിങ്ങൾക്കും ദൈവം ഒരു ഓപ്ഷൻ തന്നില്ല. എവിടെ ജനിക്കണമെന്ന് അനിരുദ്ധം ഭാഷ നമ്മോട് ചോദിച്ചില്ല. ഏത് അപ്പൻ വേണം, ഏത് അമ്മ വേണം എന്ന് നമ്മോട് ചോദിച്ചില്ല. കൃപയാൽ ജനിച്ചപ്പോൾ നല്ല മാതാപിതാക്കളെ ദൈവം തന്നു. ഒരു സ്വതന്ത്രം പറ. ഞാൻ ഒന്നുകൂടി പറയാ, 1ാമത്തെ ജനനത്തിങ്കൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ ദൈവം തന്നില്ല. കൃപയാൽ നമുക്ക് നല്ല അപ്പനും അമ്മയെ കിട്ടി. എന്നാൽ 2ാമതൊരു ജനനം, അത് കാൽവരിയിലെ ജനനമാണ്. ആ ജനനത്തിങ്കൽ അവൻ ദൈവവചനം നിന്റെ ഹൃദയത്തിന്റെ കവാടത്തിൽ മുട്ടുമ്പോൾ ആരെ വേണമെന്ന ചോദ്യത്തിന് പബ്ലിക്കിന്റെ നടുവിൽ 2 കരം ഉയർത്തി നിങ്ങൾ പ്രസ്താവിച്ചു, എനിക്ക് പിശാചിനെ വേണ്ട, എനിക്ക് എൻ്റെ അപ്പനെ മതി, എൻ്റെ അപ്പനെ മതി, എൻ്റെ യേശുവിനെ മതി. അങ്ങനെ സ്വീകരിച്ച ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ആ ലൂസിഫർ എന്ന് കാണട്ടെ. കരം ഉയർത്തി ഒരു ആമേൻ പറ. ഇവിടെ പിശാചേ, ഞങ്ങൾ അവന്റെ രക്തത്തിൽ
കടത്തളി പ്രാപിച്ചവരാ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനമെന്ന ആത്മാവിന്റെ വചനത്താൽ ഞങ്ങൾ വീണ്ടും ജനിച്ചവരാണ്. ഒരു ഹല്ലേലൂയ പറ. ഞങ്ങൾ വീണ്ടും ജനിച്ചവരാ. ആമേൻ. ഒന്നാമത്തെ ജനനത്തിങ്കൽ നമുക്കൊരു ഓപ്ഷൻ തന്നില്ല, പക്ഷെ രണ്ടാമത്തെ ജനനത്തിങ്കൽ നമുക്കൊരു ഓപ്ഷൻ തന്നു. എന്താണ്? സ്വർഗീയ കുടുംബത്തിൽ പിറക്കാൻ ഒരു അവകാശം തന്നു. ഒരു ഹല്ലേലൂയ എന്നുറക്കെ പറയാമോ? അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിലോട്ട് വന്നപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാനും നിങ്ങളും അവന്റെ മക്കളാണ്. ഇത്ര ഹല്ലേലൂയ ഉള്ളോ? ഞാനൊരു 6 മാസമായിട്ട് ഒരു ദിവസം വിശ്രമമില്ലാതെ പ്രസംഗിക്കുക. 6 മാസമായി വർഷിപ്പും പ്രസംഗവും. എന്നിട്ട് ഞാൻ ഇത്രയും ശബ്ദമെടുക്കുന്നത് എന്നാന്നറിയോ? എന്നെ വിടുവിച്ച അരിമനാഥന്റെ വിടുതൽ ഓർത്തിട്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും ശബ്ദമെടുത്തില്ലേലും എടുക്കാവുന്ന ശബ്ദത്തിൽ ഉറക്കെ ഒരു ഹല്ലേലൂയ പറ. ഈ ആരാധനാലയം മുഴുവൻ മുഴങ്ങട്ടെ. ഹല്ലേലൂയ. ദൈവദാസന്മാരെ, നമ്മളെ ദൈവം ക്രിസ്തുവിൽ ജനിപ്പിച്ചു. അതുകൊണ്ട് മക്കളെ, ഞാൻ ആരാണ്? ഞാൻ ദാസനല്ല, ഞാൻ ദാസിയല്ല. പിന്നെ ആരാ? ഞാൻ മകനാ. അടുത്തിരിക്കുന്ന 2 പേരോടെങ്കിലും പറ, ഞാൻ ദാസനുമല്ല ദാസിയുമല്ല, ഞാൻ മകനാ. ഒന്ന് പറഞ്ഞ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ മുഖത്ത് നോക്കി കൈ കൊടുത്തു പറ, ഞാൻ ആരാ? ഞാൻ ദാസനല്ല ദാസിയല്ല, ഞാൻ അവന്റെ മകനാ. അവന്റെ രക്തം കൊണ്ട് വീണ്ടെടുപ്പ് പ്രാപിച്ച മകനാ. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി അല്പം കൂടി ഒന്ന് കേറ്റി പറഞ്ഞോട്ടെ, ഞാൻ യാചകനല്ല. ഞാൻ ആരുടെയെങ്കിലും മുമ്പിൽ തെണ്ടാൻ, ആരുടെ മുമ്പിൽ പോയി കൈ നീട്ടി യാചിക്കാൻ ഞാനൊരു യാചകനല്ല. ഒരു ഹല്ലേലൂയ പറ. ഞാൻ ആരല്ല? അച്ഛാ, എന്റെ അപ്പൻ സമ്പന്നനാ. അതിപുരാതന സമ്പത്ത് എൻ്റെ അപ്പന്റെ പക്കലുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം കയ്യിൽ പിടിച്ചിട്ട് നാട് മുഴുവൻ തെണ്ടാനല്ല ദൈവം എന്നെ വിളിച്ചത്. ആ മക്കളെങ്കിൽ ഞാൻ അവകാശിയ. പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്വത്തിന്റെ ആത്മാവിനെയല്ല, അപ്പാ പിതാവ് എന്ന് വിളിപ്പാൻ പുത്രന്റെ ആത്മാവിനെ പ്രാപിച്ച ദൈവമക്കൾ ഇങ്ങനെ ആരാധിച്ച പോരാ, ശക്തിയോടെ ആരാധിച്ചു പറ, എന്റെ വിളി ചെറുതല്ല, എന്റെ വിളി പുത്രത്വത്തിന്റെ വിളിയാ. ഞാന് സ്തോത്രം, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഏത് പ്രസംഗം വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ണിക്കാം, ഏത് പ്രസംഗത്തെ വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ കണ്ണിച്ചില്ലാതാക്കാം. പക്ഷേ നിങ്ങൾ കണ്ണിക്കാൻ വരുന്നതിന് മുൻപ് ഒരു കാര്യം, കണ്ണിക്കാൻ വരുന്നതിന് മുമ്പ് ആലോചിക്കണം, ഞങ്ങളിത് പ്രസംഗിക്കുകയും അനുഭവിക്കുകയും ചെയ്തതുകൊണ്ട് ഫോർട്ട് കൊച്ചി പട്ടണത്തിൽ 1000-ങ്ങളെ മുക്കാൻ ദൈവം കൃപ ചെയ്തു. പെന്തക്കോസ് ഉപ്പ് നോക്കാൻ ഇല്ലാത്തടത്ത് പെന്തക്കോസിന്റെ ശക്തി എന്തെന്ന് പട്ടണം തിരിച്ചറിഞ്ഞത് ഞങ്ങളുടെ വിളി മനസ്സിലാക്കിയത് കൊണ്ട്. ഇന്ന് ഞാനൊന്ന് പറയട്ടെ, തിരുവല്ല പട്ടണത്തിൽ ഇത്രയും ദൈവമക്കളില്ലേ? നിങ്ങൾ ഇത്രയും പേര് ഈ പട്ടണത്തിൽ ഇറങ്ങി നടന്ന പോരെ ഈ പട്ടണം വിടുവിക്കപ്പെടാൻ? പോരെ ദൈവദാസനെ, എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? ആത്മാവ് എന്നോട് പറയുന്നു, ഈ രാത്രി ഒരു പുതുക്കത്തിന്റെ രാത്രിയാക്കി ദൈവം മാറ്റും. അമ്മേ, വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് ആകെ കൂടി 3 പുത്രത്വമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ സാരോട് ചോദിച്ചു, പഴയ നിയമത്തിൽ പുത്രത്വം ഉണ്ടോ? അവൻ സഭക്കാർ പറഞ്ഞു പഴയ നിയമത്തിൽ പുത്രത്വമില്ല. എന്നാൽ പഴയ നിയമത്തിൽ പുത്രത്വമുണ്ട്. ഒരൊറ്റ പുത്രത്വം കിടപ്പുണ്ട്. എവിടെയാണെന്നറിയാമോ? ലൂക്കോസിന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിന്റെ 38-ാമത്തെ വേദവാക്യം. കൈനാൻ ഏനോസിന്റെ മകൻ, ഏനോസ് സേത്തിന്റെ മകൻ, സേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ. ദ സൺ ഓഫ് ഗോഡ് ആദാം. വേദപുസ്തകത്തിലെ പഴയ നിയമത്തിൽ ഒരു പുത്രനുണ്ട്. ആരാണ് പുത്രൻ? ആദാം ദൈവത്തിന്റെ മകനാ. ഇന്ന് രാത്രി കേൾക്കാമെങ്കിൽ കേട്ടോ, ആദാം ദൈവത്തിന്റെ മകനായി നിന്നപ്പോൾ ആദാമിന്റെ മേൽ ഒരു തേജസ് ഉണ്ടായിരുന്നു, ആദാമിന്റെ മേൽ ഒരു അധികാരമുണ്ടായിരുന്നു. അവൻ ഇട്ടതെല്ലാം പേരായിരുന്നു. എന്നാൽ കഴിക്കരുത് എന്ന് പറഞ്ഞത് കഴിച്ചപ്പോൾ തേജസ് പോയി, പുത്രത്വം നഷ്ടപ്പെട്ടു. കൊരിന്ത്യ സഭയോട് പൗലോസ് പറയുന്നു, നിങ്ങൾ തേജസ്സിന്റെ കർത്താവിനെ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ അവരെ ക്രൂശിക്കത്തില്ലായിരുന്നു. നഷ്ടപ്പെട്ടത് തേജസ്സ, പകരം പുത്രത്വം നഷ്ടപ്പെട്ടു. പുത്ര
പുത്രത്വം നിലനിന്നപ്പോൾ ആദാം വിട്ടത് പേരായി. ആദാമിന്മേൽ ഒരു അധികാരമുണ്ടായി. ഇന്ന് രാത്രിവേളയിൽ ഈ ആലയത്തിനകത്ത് തേജസ് ഇറങ്ങിയാൽ നിന്റെ യാത്രങ്ങളുടെ മേൽ അധികാരം വ്യാപരിക്കും. ഇന്ന് രാത്രി വിശ്വസിക്കാമെങ്കിൽ ആരാധിച്ചോ. ഒരു ദൈവ തേജസ് വെളിപ്പെട്ടാൽ, ഒരു സാന്നിധ്യം വെളിപ്പെട്ടാൽ, ഒരു തേജസ് ഇറങ്ങി നിന്നാൽ നിങ്ങളുടെ യാത്രങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കും. പോരാ 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 പോരാ, അവസാനത്തേക്ക് നിൽക്കരുത്. ഞാൻ ഇന്ന് നിങ്ങൾ പുതിയ ഫ്രീഡം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആരാധിക്കണമെങ്കിൽ ആരാധിക്കാം, നൃത്തം ചെയ്യണമെങ്കിൽ നൃത്തം ചെയ്യാം. ഞാൻ ഒരിക്കലും തടുക്കത്തില്ല. ആത്മനിയോഗം ലഭിക്കുന്നത് പോലെ നിങ്ങൾക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു കാര്യം ഞാൻ അനുഭവിക്കുന്നു, ഈ സ്റ്റേജിൽ അസാധാരണ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കാല് ശക്തമായി തീക്കകത്ത് നിൽക്കുന്നു. എനിക്കിവിടെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ ഒരു ദൈവമഹത്വം ഈ പുൽപ്പിറ്റകത്തുണ്ട്. ഈ ആലയത്തിനകത്ത് അത് വ്യാപരിക്കുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് രാത്രി ഈ ആലയത്തിനകത്ത് വ്യാപരിക്കുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം, അളവറ്റ വലിപ്പം. തോട്ടം നനപ്പാൻ ഒരു നദി പുറപ്പെട്ടതുപോലെ ഇന്ന് രാത്രി ഇതിനകത്ത് ആത്മാവിന്റെ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആത്മാവിന്റെ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിനകത്തേക്ക് ഇറങ്ങേണ്ടവർക്ക് ഇന്ന് രാത്രി ഇറങ്ങാം. അതിനകത്ത് നീന്തേണ്ടവർക്ക് ഇന്ന് രാത്രി നീന്താം. അതിനകത്ത് തുടിക്കേണ്ടവർക്ക് ഇന്ന് രാത്രി തുടിക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം. നമ്പർ വൺ, പഴയ നിയമത്തിൽ ഒരു പുത്രത്വമുണ്ട്. മക്കളെ, ഏതാണ് പുത്രത്വം? ആദാം ദൈവത്തിന്റെ മകൻ. വേദപുസ്തകത്തിൽ രണ്ടാമത്തെ പുത്രത്വം യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രൻ. ഒരു സ്വതന്ത്രം പറഞ്ഞേ. വേദപുസ്തകത്തിലെ രണ്ടാമത്തെ പുത്രൻ, തന്റെ ഏകജാതനായ പുത്രൻ. ഒന്ന് തെളിയിച്ചു തരട്ടെ. ഒന്നാമത്തെ ആദാം ഒടുക്കത്തെ ആദാം, ഒന്നാമത്തെ ആദാം നഷ്ടപ്പെടുത്തിയ അതേ അധികാരം ഇതാ രണ്ടാമത്തെ ആദാമിൽ വെളിപ്പെട്ടു വരുന്നു. ഒരു ഹല്ലേലൂയ പറയാമോ? ഞാനതൊന്ന് ഇന്ന് ഈ പറയുന്നതൊക്കെ നിങ്ങളുടെ മേൽ ഇന്ന് രാത്രി മുതൽ സംഭവിക്കും. ഒന്നാമത്തെ പുത്രൻ നഷ്ടപ്പെടുത്തിയ അധികാരവും തേജസ്സും മഹത്വവും രണ്ടാമത്തെ പുത്രനിൽ ഇപ്പോൾ ഇറങ്ങി നിൽക്കുന്നു. എവിടെന്ന്? 30 തിരുവയസ്സു വരെ നല്ല ആശാരിപ്പണിക്കാരൻ. ഞാൻ രാവിലെ എൻ്റെ സാക്ഷ്യം പറഞ്ഞു. ഞാനൊരു മുക്കുവനായിരുന്നു, ഞാനൊരു മീൻപിടുത്തക്കാരനാ. 9ാമത്തെ വയസ്സ് തൊട്ട് കടലിലും പുഴയിലും പോയി മീൻ പിടിച്ച പക്ക മുക്കുവൻ. പമൻ എൻ്റെ റേഷൻ കാർഡിൽ മത്സ്യത്തൊഴിലാളി എന്ന് പേരുള്ള പക്ക മുക്കുവൻ. ഒരു സ്വതന്ത്രം പറഞ്ഞേ. കുറച്ചു പേരുടെയൊക്കെ പ്രത്യാശ പോയി. ഈ മുക്കുവനെയാണോ ഇന്ന് കിട്ടിയത്? ഒരു ഹല്ലേലൂയ പറഞ്ഞോ? അത് അന്ധകാലം. പക്ഷെ ഇന്നത്തെ കാലം ദൈവം മാറ്റി. ഒരു ഹല്ലേലൂയ പറ. അങ്ങനെ ഈ വെള്ളത്തിലെ പണിയെല്ലാം കഴിഞ്ഞ് രാത്രി മുഴുവൻ കടലും മഴയും വെള്ളമൊക്കെ കൊണ്ട് ഈ രാത്രി മുഴുവൻ മഴയത്തും കൊടുങ്കാറ്റുമൊക്കെ വരുമ്പോൾ കടലിൽ കിടക്കണം. മടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വിട്ടു മാറി പിടിക്കണം. അങ്ങനെ ഞാൻ കൽപ്പന പഠിക്കാൻ തുടങ്ങി. മെയ്സൺ വർക്ക് പഠിച്ചു. 6 വർഷം കൊണ്ട് പക്ഷേ നല്ല അടിപൊളി മെയ്സൺ വർക്കറായി. കെട്ടും തേക്കും വാർക്കും ടൈൽ പണി ചെയ്യും. ഒരു 10 മുറി നിങ്ങൾ എനിക്ക് തന്നാൽ 4 ചുമരും ഒരു സീലിംഗും തേച്ച് 4:30 മണിക്ക് PC ഞാൻ വീട്ടിൽ പോകും. 1500 രൂപ കൂലി തന്നെ. ഇന്നും പണിയെടുക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഇതൊന്നും വരാത്ത. ഒരു സ്വതന്ത്രം പറഞ്ഞേ. എന്നോട് ഭാഷ എന്തെങ്കിലും സ്ലിമ്മായി നിൽക്കുന്ന പണിയെടുത്താൽ മതി. പണിയെടുത്താൽ സ്ലിമ്മാകും. ഒരു ഹല്ലേലൂയ. കറുത്ത പാൻറ്റും വെള്ള ഷർട്ട് വിട്ട കുനിഞ്ഞ് ചൂലിന്റെ ഈർക്കിൽ പോലും എടുക്കാത്ത ഉപദേശിമാരെ എനിക്കറിയാം. അവന്മാരൊന്നും കൊള്ളത്തില്ല. നല്ലവണ്ണം പണിയെടുക്കണം. ഒരു ഹല്ലേലൂയ പറ. നല്ലവണ്ണം പണിയെടുക്കണം. ഒരു സ്വതന്ത്രം ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പാസ്റ്റർഷിപ്പ് കിട്ടിയാൽ പിന്നെ ഒരു ജോലിയും ചെയ്യത്തില്ല, ഒരു ഈർക്കിൽ പോലും എടുക്കത്തില്ല. പിന്നെ അവർ വേറെ റവറണ്ടാവും. ആ പരിപാടിയൊക്കെ മാറ്റി വെച്ചിട്ട് നല്ലതുപോലെ ജോലി ചെയ്യണം. ആമേൻ.
നല്ലതുപോലെ പണിയെടുക്കണം. ഇന്നും ജോലി ചെയ്യുന്നുണ്ട്. കൃപയാൽ ഏതെങ്കിലുമൊക്കെ വീടോ ചർച്ചോ ഒക്കെ പണിയാനുണ്ടെങ്കിൽ ഞങ്ങൾ പണിയും. ഒരു സ്വതന്ത്രം പറഞ്ഞേ, എൻ്റെ ചർച്ചിന്റെ ഒട്ടുമിക്ക ഭിത്തികളും തേച്ചത് ഞാൻ തന്നെയാ. ഒരു സ്വതന്ത്രം പറ. അവൻ ചെയ്ത പണിയൊന്നും മറക്കത്തില്ലല്ലോ. ഒരു അല്ലല്ലോ പറ. കോവിഡ് വന്നപ്പോൾ എല്ലാവരും പേടിച്ചു. അയ്യോ കോവിഡ് വന്ന് ചർച്ച പൂട്ടി, സഭാരാധനയില്ല. എനിക്കൊരു പേടിയില്ലായിരുന്നു. എൻ്റെ വീട്ടിൽ ഒരു മുഴക്കോലും ഒരു കൈപ്പാണിയും ഒരു കൊലശ്ശേരി ഉണ്ടായിരുന്നു. അടിപൊളി പണിക്കാരനല്ലേ. എൻ്റെ കൂട്ടുകാരെ വിളിച്ചപ്പോൾ കൂട്ടുകാർ പറഞ്ഞു ഇഷ്ടം പോലെ വർക്കുണ്ടടാ പോരെന്ന് പറഞ്ഞു. ഒരു സ്വതന്ത്രം പറഞ്ഞു. പണി ചെയ്യാൻ ഒരു മടിയും കാണിക്കരുത്. ഒരല്ലല്ലോ പറഞ്ഞേ. മനസ്സിലായില്ലല്ലേ? അതുകൊണ്ട് അച്ഛ ഇതൊന്നും ചുളുങ്ങിയാലും ഇതൊക്കെ വിയർത്ത് കുളിച്ചാലും ഞങ്ങൾക്ക് ഒരു പരിപാടിയും ഇല്ല. കാരണം കൽപ്പണിക്കാരനാ. ഇത് മൊത്തം വിയർത്താലും കുഴപ്പമില്ല. ഒരൊറ്റ ദൂത പറയാ, വിളിച്ച വിളി മനസ്സിലാക്കി ഇന്ന് രാത്രി ദൈവത്തെ വന്ന് ആരാധിക്ക്. മടി കാണിക്കല്ലേ. ഹല്ലേലൂയ. അമ്മേ. ഒന്നാമത്തെ പുത്രൻ ആദാം, രണ്ടാമത്തെ പുത്രൻ ദ സൺ ഓഫ് ഗോഡ് അല്ലേ? യേശു കർത്താവാണ് രണ്ടാമത്തെ പുത്രൻ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒന്നാമത്തെ പുത്രനിൽ വ്യാപരിച്ച ദൈവശക്തി ഇത് രണ്ടാമത്തെ പുത്രനിൽ വ്യാപരിച്ചു. 30 തിരുവയസ്സ് വരെ ആശാരിപ്പണിക്ക് പോയ ചെറുക്കൻ ജോസഫിന്റെ കൂടെ ആശാരിപ്പണിക്ക് പോയിട്ട് ഒരു വീട്ടിൽ ചെന്നിട്ടും ഭൂതം ഇളകിയിട്ടില്ല. ഉണ്ടോ വെച്ചാൽ? എനിക്ക് അറിയാത്തത് വല്ലതും ഉണ്ടെങ്കിൽ പറയണേ. 30 വയസ്സ് വരെ ആശാരി ചെറുക്കനായി ജോസഫിന്റെ കൂടെ ഉളിയും കൊട്ടുപടിയും പിടിച്ച് തച്ചൻ ജോലിക്ക് പോയിട്ട് ഒരമ്മമ്മയുടെ ഭൂതവും ഇളകിയില്ല. ഇളകിയോ? ഇല്ല. എന്ന 30ാമത്തെ വയസ്സിൽ സൃഷ്ടാവാം ദൈവം സൃഷ്ടിയുടെ കയ്യിൽ വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയപ്പോൾ സ്വർഗം തുറന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗം ഡിക്ലെയർ ചെയ്തു, ഇവൻ എന്റെ മകനാണ്, ഇവൻ എന്റെ മകനാണ്. ആരാധിക്കുമെങ്കിൽ ആരാധിച്ചോ. ആ ശക്തി നിന്റെ മേൽ വ്യാപരിക്കും. ഇവൻ എന്റെ മകനാണ്, ഇവൻ എന്റെ മകളാണ്, ഇവൻ എന്റെ പൈതലാണ്. ഇന്ന് രാത്രിവേളയിൽ ഈ പ്രിയർ സെന്ററിൽ ആരാധിക്കുന്ന ദൈവദാസനെ, നീ ദൈവത്തിന് മകനാണ്, നീ ദൈവത്തിന്റെ പൈതലാണ്. നിന്റെ മേൽ ഒരു ദൈവശക്തി, നിന്റെ മേൽ ഒരു അഭിഷേകം ഈ രാത്രി ദൈവം ചലിപ്പിക്കുക. ഈ രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുമ്പോൾ അതിന്റെ വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയും. അമ്മേ. മക്കളെ ശ്രദ്ധിച്ചേ, 30ാമത്തെ വയസ്സിൽ സ്നാനം കഴിഞ്ഞ് ഉപവാസം കഴിഞ്ഞ് ഗദരദേശത്തേക്ക് കാലുവെക്കുമ്പോ ഗദരദേശത്ത് 6000 ഭൂതം ബാധിച്ച പിശാച് പറയുന്നു, താണ്ടു വരുന്നട മഹോന്നതനായ ദൈവത്തിന്റെ പുത്രൻ. എന്നാ സംഭവിച്ചത്? 30 വയസ്സ് വരെ സ്വർഗം ഡിക്ലെയർ ചെയ്യാത്ത പുത്രത്വം ഇതാ യോർദാന്റെ നദിക്കരയിൽ വെളിപ്പെട്ടു. നിങ്ങൾ പുത്രത്വമുള്ളവരെന്ന് തിരിച്ചറിഞ്ഞാൽ ഇന്ന് രാത്രി മുതൽ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങും, പൈശാചിക മണ്ഡലങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങും. വിശ്വസിക്കാമെങ്കിൽ ആരാധിച്ചോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി തുറന്നു വിടുന്നു. പ്രാപിച്ചോ. ആത്മാവിന്റെ കൃപ ഏറ്റെടുത്തോ. ആത്മാവിന്റെ സാന്നിധ്യം ഈ രാത്രി ചലിക്കട്ടെ, ഈ രാത്രി ചലിക്കട്ടെ. നിന്റെ മേൽ പുത്രത്വത്തിന്റെ ഒരു വിളിയുണ്ട്, നിന്റെ മേൽ പുത്രത്വത്തിന്റെ ഒരു അവകാശമുണ്ട്. അതിശക്തമായി ഈ രാത്രി ആ കൃപ ചലിക്കട്ടെ, കൃപ ചലിക്കട്ടെ, കൃപ ചലിക്കട്ടെ, കൃപ ചലിക്കട്ടെ. ഓരോ വ്യക്തിയുടെ മേൽ അഭിഷേകത്തെ നിറയട്ടെ. പ്ലീസ് അഭിഷിക്തർ കൈവച്ച് പ്രാർത്ഥിച്ച്, കൈവച്ച് പ്രാർത്ഥിച്ച്. അതിശക്തമായ ഒരു അഭിഷേകം ഇന്ന് രാത്രി ഇവിടെ മേൽ ചലിക്കുക. ഇവിടെ മേലുള്ള പുത്രത്വം ഇന്ന് രാത്രി വെളിപ്പെട്ട് വരാൻ പോകുക. അസാധാരണ ഒരു ശുശ്രൂഷ ഈ രാത്രി നിന്റെ മേൽ ഓപ്പൺ ആകുന്നു. ഉടമന രഗതല ഉടമന ഘടകൽ ഘടകടന. അന്യഭാഷ പ്രാപിച്ചവൻ അന്യഭാഷയിൽ ആരാധിച്ചോ, അന്യഭാഷയിൽ ആരാധിച്ചോ. ദൈവ സാന്നിധ്യം ചലിക്കട്ടെ, ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. ശൗലും പ്രവാചക ഗണത്തിലുണ്ട് എന്ന് പറയുന്ന പോലെ ഒരു പ്രവാചക അഭിഷേകം ദൈവം നിന്റെ മേൽ ഇന്ന് രാത്രി പകരാൻ പോകുക. ശൗലും പ്രവാചക ഗണത്തിലുണ്ട് എന്ന് പറയുന്ന പോലെ ഒരു ശുശ്രൂഷയുടെ നിരയിലേക്ക് ദൈവം കൊണ്ടുവരുന്നു, ദൈവം കൊണ്ടുവരുന്നു, ദൈവം കൊണ്ടുവരുന്നു. ആത്മാവിൽ ആരാധിച്ചോ, അന്യഭാഷയിൽ ആരാധിച്ചോ. ഓ, ഒരു പുതപ്പ് നിന്റെ മേൽ വീഴാൻ പോകുക. ഒരു ഡബിൾ പോർഷൻ അനോയിന്റിംഗ്, ഒരു ഡബിൾ പോർഷൻ അനോയിന്റിംഗ്, ഒരു ഇരട്ടി ശക്തി, ഇരട്ടി അഭിഷേകം ഈ ജനത്തിന് മേൽ ഇന്ന് രാത്രി ദൈവം തുറക്കുന്നു.
Shanatala Rakanata Lakatala Udapanam Balakanam Telekanam Masam Talam Udi Chana Halka Ramdal Kana Katti Kadaga Chula Amdal Kadaga Chulaga Tani Katta Kadagam Tudaba Chani Kanda Kani യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പട്ടണത്തെ ഭരിക്കുന്ന സകല ദുർഭൂതങ്ങളെയും ഇന്ന് രാത്രി ദൈവസഭ ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് ശാസിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അഭിഷിക്തന്മാർ ഈ പട്ടണത്തെ ഭരിക്കുന്ന ദൈവസഭയെ അനുഗ്രഹത്തിലേക്ക് വിടാതെ തടുത്തു വെച്ചിരിക്കുന്ന പട്ടണത്തിലെ ഭൂതത്തെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. Shabanagadagaduna, Chanagadagadana, Alkanagadagadana, Ribalagadana, Udabal Kadagachaladina, Ragamtala, Altunabalagadal Kadagadana. Hallelujah! Hallelujah! Amen. മക്കളെ, ദൈവമക്കളെ, അടുത്ത ദൂത് പറയുമ്പോൾ നിങ്ങളെ അടമലം മറന്ന് ദൈവത്തെ സ്തുതിച്ചേക്കണം. ഒന്നാമത്തെ പുത്രൻ ആദാമാണെങ്കിൽ ആദാം നഷ്ടപ്പെടുത്തിയ സാന്നിധ്യം രണ്ടാമത്തെ പുത്രനിൽ വ്യാപരിച്ചെങ്കിൽ ആ പുത്രൻ സ്വർഗാരോഹണം ചെയ്തപ്പോ ഭൂമിയിൽ വെച്ച് ഒടുവിലത്തെ പുത്രത്വം ഏറ്റെടുക്കേണ്ടവരോട് ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ഒരു സ്വതന്ത്രം പറഞ്ഞ സകല അധികാരവും ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്ത് കെട്ടപ്പെട്ടിരിക്കും. ഒരു ഹല്ലേലൂയ പറ. മോനെ, ലൈവ് വന്ന് ഒരു സെക്കൻഡ് ഒന്ന് മൂട്ട് ചെയ്യണേ. ഒരു കാര്യം പറയാനാ.
Holy Spirit. Shanadalada. Thank you, Jesus. Thank you, Jesus. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? ഒരു വാക്യം എൻ്റെ ഉള്ളത്തിൽ വരുന്നു. സങ്കീർത്തനം 68 തോന്നല്ലേ? ദൈവം 68 അല്ലേ? 68:1. ദൈവം എഴുന്നേൽക്കുന്നു. അഭിഷിക്തനെ, ഈ 12ാമത്തെ രാത്രി ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടോ? ഞാനിത് പ്രവചനാത്മാവി പറയുന്നു. ആർക്കൊക്കെയോ വേണ്ടി, ഏതെങ്കിലോ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി അവൻ ഒരുപക്ഷെ ഇവിടെ ഇരുന്ന് നീ ആരാധിക്കുമ്പോൾ മൈലുകൾക്കപ്പുറം, കിലോമീറ്ററുകൾക്കപ്പുറം ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്നു. ദൈവം എഴുന്നേൽക്കുന്നു. ദൈവം എഴുന്നേൽക്കുന്നു. ദൈവം എഴുന്നേൽക്കുന്നു. ദൈവം എഴുന്നേൽക്കുന്നു. അടുത്ത വാക്യം നിങ്ങൾ പറ. ദൈവം എഴുന്നേൽക്കുന്നു. അടുത്ത വാക്യം. അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകും. എല്ലാവരും കൈവന്നെടുത്ത് പറ. അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ ഇന്ന് രാത്രി ഉണ്ടാകട്ടെ. അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. ഈ രാത്രി നിനക്കെതിരെ നിന്ന ശത്രു ഇന്ന് രാത്രി ചിതറാൻ പോകുക. അവകാശത്തിന്റെ മേൽ, നന്മയുടെ മേൽ, തലമുറകളുടെ മേൽ, വിശ്വാസ ജീവിതത്തിന്റെ മേൽ ശത്രു വെച്ചത് ഇന്ന് രാത്രി ചിതറാൻ പോകുക. ഇന്ന് രാത്രി ചിതറാൻ പോകുക. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി. മക്കളെ, ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അഭിഷിക്തന്മാരെ, നിങ്ങൾ ആത്മാർത്ഥമായി ഇതൊന്ന് കേൾക്കണം കേട്ടോ. ഞാൻ എളിയ താഴ്മയോടെ പറയുക. കഴിഞ്ഞ ദിവസം സാത്താൻ സഭയിലെ സൈറ്റാൻസ് വർഷിപ്പിലെ ലീഡ് ചെയ്യുന്ന, സൈറ്റാൻ വർഷിപ്പിലെ വർഷിപ്പ് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ രക്ഷിക്കപ്പെട്ടു. അവൻ സ്നാനപ്പെട്ടു. അവൻ ദൈവകൃപയിൽ വന്നു. അവൻ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പള്ളി പ്രാർത്ഥിക്കുന്ന ഒരു പ്രെയർ റിക്വസ്റ്റ് എനിക്ക് കിട്ടി. അവരുടെ പള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആ പ്രാർത്ഥന വിഷയത്തിലെ രണ്ടാമത്തെ വിഷയം എന്താണെന്നറിയാമോ? പെന്തക്കോസ്ത് സഭക്കകത്ത് കൃപാവരങ്ങൾ ഉപേക്ഷയായി വിചാരിക്കണം. സാത്താൻ സഭക്കാരുടെ പ്രാർത്ഥനയാ ആലയത്തിനകത്ത് കൃപാവരം വ്യാപരിക്കരുത്. എന്ന കാര്യമെന്നറിയാമോ? അവന്റെ ഒളി സങ്കേതങ്ങൾ, കൃപാവരങ്ങൾ പുറത്തു വരും. പക്ഷെ ഇന്ന് രാത്രി ഞാനത് പൊളിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കൃപാവരങ്ങൾ ഇതിനകത്ത് ഓപ്പൺ ആവട്ടെ. കൃപാവരങ്ങൾ ഓപ്പൺ ആവട്ടെ. വെളിപ്പാടിന്റെ തലങ്ങൾ ഇന്ന് രാത്രി ഓപ്പൺ ആകട്ടെ. വെളിപ്പാടിന്റെ തലങ്ങൾ, പ്രവചനത്തിന്റെ തലങ്ങൾ, അന്യഭാഷയുടെ തലങ്ങൾ, വചനത്തിന്റെ വെളിപ്പാടുകൾ ഈ രാത്രി ഓപ്പൺ ആവട്ടെ. തിരിച്ചറിഞ്ഞവർ ദൈവത്തെ ആരാധിക്കേ. തിരിച്ചറിഞ്ഞവർ ആരാധിക്കേ. സാത്താൻ സഭയുടെ 6 പ്രെയർ റിക്വസ്റ്റ്, 6 വിഷയത്തിൽ രണ്ടാമത്തെ വിഷയം കൃപാവരങ്ങൾ സഭയിൽ ഉപേക്ഷയായി വിചാരിക്കണം. എന്താണെന്നറിയാമോ? പ്രവചനം ഒരാൾ പ്രാർത്ഥിച്ചാൽ അവന്റെ ഒളി സങ്കേതം പിടിക്കപ്പെടും. എടാ പിശാചേ, എടാ വരുന്നുണ്ടടാ ഒരു തലമുറ ഇതിനകത്ത് എഴുന്നേക്കുന്നുണ്ട്. നിനക്കെതിരെ പോരാടാൻ, നിനക്കെതിരെ പോരാടാൻ. ജീസസ് പരിശുദ്ധാത്മാവേ, 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 ഈ ആലയത്തെയും പരിസരത്തെയും അങ്ങേക്ക് ഞങ്ങൾ വിട്ടുതരുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങ് എവിടെയെങ്കിലും ഞങ്ങൾ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങയോട് ക്ഷമ ചോദിക്കുന്നു. പരിശുദ്ധാത്മാവേ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല, സർപ്പത്തിന്റെ തല തകർക്കും. പുത്രത്വം വെളിപ്പെട്ടാൽ തല തകരുമെന്ന് പിശാചനറിയാം. കുറിക്കണേ, പുത്രത്വം വെളിപ്പെട്ടാൽ അവന്റെ തല തകരും. ദൈവം എഴുന്നേൽക്കുന്നു. അവന്റെ ശത്രുക്കൾ, അച്ഛാ
നമ്മുടെ വിഷയമല്ലാത്ത കൊണ്ട് കയറി വന്നുകൊണ്ട് പറയുക, ദൈവം എഴുന്നേറ്റ 4 കാര്യം നടക്കും. ദൈവം എഴുന്നേറ്റ പറ 4 കാര്യം നടക്കും. ഞാൻ ഓരോന്ന് പറയാൻ പോകുക. എനിക്ക് തോന്നുന്നു 68:19 തോന്നുന്നു. മറ്റേ വിടുന്നെങ്കിൽ ഒന്ന് നോക്കിക്കോ. 68:19 ഞാൻ പറയാം. ദൈവം എഴുന്നേറ്റ 4 കാര്യം നടക്കും. വേണമെങ്കിൽ നിങ്ങൾ ആമേൻ പറയണം, ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും. ഒരു സ്വതന്ത്രം അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാൻ എന്നോട് പലരും ചോദിക്കും, പാസ്റ്റർ എങ്ങനെ ഇത്ര അനുഗ്രഹിക്കപ്പെട്ടെ? സിമ്പിൾ. ഞാൻ എല്ലാ സഭയിൽ പോയി പറയും, നിങ്ങളുടെ സഭ അനുഗ്രഹിക്കപ്പെടും. അവരാരും ഏറ്റെടുക്കത്തില്ല. ഞാൻ തിരിച്ചു പോകുമ്പോൾ ഈ ദൂതെല്ലാം കൂടി എൻ്റെ കൂടെ പോരും. കേരളത്തിൽ ആദ്യമായി എയർ കണ്ടീഷൻ AC ചർച്ച് പണിയുന്ന ഞാനാണ്. സ്വതന്ത്രം പറഞ്ഞു. ഞാൻ എല്ലാ സ്ഥലത്തും പോയി പറയും, നിങ്ങൾ ഈ ചൂടത്തിരിക്കണ്ട, ശബ്ദമെടുത്ത് ശബ്ദം വെളിയിൽ പോകാതിരിക്കാൻ AC വേണം. ആരേറ്റെടുക്കാൻ? ഒരുത്തൻ ഏറ്റെടുത്തില്ല. 25 ലക്ഷം രൂപ 1 സെന്റിന് ഫോട്ടോ വെച്ച് വില. ഞാൻ തലം മേടിച്ച് കോടികൾ മുടക്കി ഞാൻ എയർ കണ്ടീഷൻ ആക്കി. ഒരു അല്ലല്ലോ. നിങ്ങൾ അല്ലല്ലോ പറയാൻ. അസൂയ ഇല്ലെങ്കിൽ നല്ലൊരു അല്ലല്ലോ പറ. ആമേൻ. ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ, ആരും തെറ്റിദ്ധരിക്കല്ലേ, സോഷ്യൽ മീഡിയയിൽ ഇതെടുത്തിട്ട് പൊങ്കാല ഇടാന്ന് പറയണ്ട, തിരിച്ച് ഞാനും ഇടും. ഒരു സ്വതന്ത്രം പറഞ്ഞു. ഞാനൊരു അച്ഛനോട് പറഞ്ഞു, പുറകെ ഇരുന്ന ഒരു അച്ഛനോട് ദൈവം പറയുന്നു, അച്ഛനൊരു വണ്ടി തരാൻ പോണെന്ന്. ഒരു സ്വതന്ത്രം പറഞ്ഞേ. അന്ന് ഈ 40 days ഫാസ്റ്റിങ്, 40 ദിവസം ഉപവാസ. പഴയ സോഡാ കുപ്പി പോലെ ഇരിക്കുക. ഒട്ടി. അച്ഛൻ നോക്കിയപ്പോൾ എനിക്ക് ലുക്കില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ലുക്കില്ലാത്തതുകൊണ്ട് ദൂത് ഏറ്റെടുത്തില്ല. ആ ലുക്കൊക്കെ ഉണ്ടെങ്കിൽ ദൂത് ഏറ്റെടുക്കത്തുള്ളൂ. രാമൻ പറഞ്ഞു. ഞാനങ്ങ് വീട്ടിൽ പോയി. 97 സംഭവം. ഞാൻ വീട്ടിൽ ചെന്ന് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചങ്ങനാശ്ശേരിക്കടുത്തുനിന്ന് ഒരു അശ്വതി രാജപ്പൻ ദൂരദർശൻ TV വാർത്ത വായിച്ചുകൊണ്ടിരുന്ന ഒരു പെണ്ണ. അവള് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉപദേശി ഞാനൊരു വണ്ടി മേടിച്ചു. ഞാൻ പറഞ്ഞു, ഗുഡ് ബോയ്, നല്ല കാര്യം. അല്ല പക്ഷേ ഈ വണ്ടി ഉപദേശിക്ക് തരാൻ ദൈവം എന്നോട് പറയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് അന്നൊരു എസ്റ്റീം കാറുണ്ട്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്കൊരു വണ്ടി ഉണ്ട്, ഒരു വണ്ടി ഇടാൻ സ്ഥലമുള്ളൂ, വണ്ടി വേണ്ട. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരാഴ്ച കൂടി വെച്ച് പ്രാർത്ഥിക്ക്, എന്നിട്ട് ദൈവം ഇടപെടലിന് തന്നാൽ മതി. 2 ആഴ്ച കഴിഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു, ഉപദേശിക്ക് തന്നെയാ. കോട്ടയത്ത് വന്നു, സെയിലർ ടോപ്പിട്ട് തന്നു, പുത്തൻ വണ്ടി ഞാൻ മേടിച്ചു. ഒരു സ്വതന്ത്രം പറഞ്ഞേ. ആ വണ്ടിയും കൊണ്ട് ഫോട്ടോ വെച്ച് ചെന്ന് എൻ്റെ പഴയ വണ്ടി ഇറക്കിയിട്ട് പുതിയ വണ്ടി ഇട്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എന്നാ ഇടപാടാ കർത്താവേ? ഒറ്റ വണ്ടി ഇടാൻ സ്ഥലമുള്ളൂ, പിന്നെ എന്തിനാ 2 വണ്ടി? തമ്പുരാൻ പറഞ്ഞു, ഒരു 3-4 ആഴ്ചക്ക് മുമ്പ് ഒരു ഗുണപ്പെടാത്തവനോട് നീ ഒരു ദൂത് പറഞ്ഞില്ലേ, ഒരു വണ്ടി കിട്ടുമെന്ന്. അവൻ തട്ടി, നിനക്ക് കിട്ടി. ഞാൻ ഇന്ന് നിങ്ങളുടെ കൈ കൂപ്പിക്കൊണ്ട് പറയുന്നു, ഞാൻ പറയുന്ന ഒരു ദൂതും നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഏറ്റെടുക്കരുത്. ഒന്നിനും ആമേൻ പറയരുത്. നിങ്ങൾ ആമേൻ പറഞ്ഞാൽ ഇത് നിന്റെ കൂടെ പോരും, ആമേൻ പറഞ്ഞില്ലെങ്കിൽ ഇതെന്റെ കൂടെ പോരും. ഒരു ഹല്ലേലൂയ പറ. ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യത്തിന് ആർക്കും ഒരു സംശയം ഉണ്ടെന്ന് ദൈവാത്മാവിനോട് പറയുന്നു. ആ സംശയം തീർത്തിട്ട് പോകാം. നിങ്ങൾ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ ആ പട്ടണത്തെ നോക്കി പറയണം, നിനക്ക് സമാധാനം. അപ്പൊ അവര് പറയുക, ആർക്ക് വേണം അവിടെ നിന്റെ സമാധാനം എന്ന് പറഞ്ഞ് പെനാൽറ്റി അടിച്ചാൽ ആ സമാധാനം നിന്റെ കൂടെ പോരും. ഇന്ന് രാത്രി ഞാൻ ഈ ദൈവസഭയെ നോക്കി പറയുന്നു, ഇതിന്റെ യാത്രികൾ ദൈവം വിശാലമാക്കാൻ പോകുകയാ. വേണമെങ്കിൽ ആമേൻ പറഞ്ഞോ. നിന്റെ തലമുറയെ ദൈവം വിശാലമാക്കാൻ പോകുകയാ. നിന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷം ദൈവം വിശാലമാക്കാൻ പോകുകയാ. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറുന്നു. വേണമെങ്കിൽ ആമേൻ പറഞ്ഞു. അത് എന്നോടുള്ള ദൂതാണ്, എന്റെ കുടുംബത്തോടുള്ള ദൂതാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം എഴുന്നേറ്റാൽ 4 കാര്യം നടക്കും. 1, ആമേൻ, രക്ഷ തരുന്ന ദൈവം. നാൾതോറും നമ്മുടെ ഭാരം ചുമക്കുന്നവൻ. 1, ദൈവം എഴുന്നേറ്റാൽ നിന്റെ ഭാരം അവൻ ചുമക്കും. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈ കൊടുത്ത് മുഖത്ത് നോക്കി പറ, എല്ലാ ഭാരവും എൻ്റെ ദൈവം ചുമക്കും. ഒരു അല്ലെന്ന് പറഞ്ഞേ. എല്ലാ ഭാരവും അവൻ ചുമക്കും. 1, ആമേൻ, നാൾതോറും നമ്മുടെ ഭാരം ചുമക്കുന്നവൻ. 2, രക്ഷയാകുന്ന ദൈവം. എന്താണ്? ആമേൻ പറ. ഈ ആമേൻ പോരാ, ഇടിവെട്ടുന്ന രാമേൻ പറ. ആമേൻ അങ്ങ് കൊഴുത്തില്ലല്ലോ. ഒരു ആമേൻ കൂടി. സഹോദരിമാര് മാത്രം ഒരു ആമേൻ പറഞ്ഞു.
കേട്ട് പഠിക്ക്. ഇനി നമുക്കൊന്ന് പറയാം. പഴഞ്ചനാമേൻ ഇതുപോലെ അങ്ങ് പിടിപ്പിച്ചാലുണ്ടല്ലോ 12-ാം ദിവസം കത്തും ഇതിനകത്ത്. 1, നാൾതോറും ഭാരം ചുമക്കുന്നവൻ. 2, രക്ഷയാകുന്ന ദൈവം. 3, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവം. ദൈവം നിന്നെ ഉദ്ധരിച്ചിരിക്കും. 10,000 കരങ്ങൾ നിനക്കെതിരെ വ്യാപരിച്ചാലും ഉദ്ധരിക്കുന്ന ദൈവം നിന്നെ ഉദ്ധരിച്ചിരിക്കും. രാജാവ് ബഹുമാനിക്കാൻ നിശ്ചയിക്കുന്ന പുരുഷനെ ഇങ്ങനെ മാനിക്കണമെന്ന് മൊർദെഖായിയെ നോക്കി ദൈവം അരുളി ചെയ്തതുപോലെ ദൈവം നിന്റെ സ്ഥിതി മാറ്റും. വിശുദ്ധ ബൈബിൾ പറയുന്നു, സിയോണിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. ദൈവം സ്ഥിതി മാറ്റും. ദൈവം സ്ഥിതി മാറ്റും. ആമേൻ പറഞ്ഞു. ദൈവം സ്ഥിതി മാറ്റും. 1, നാൾതോറും ഭാരം ചുമക്കുന്നവൻ. 2, രക്ഷയാകുന്ന ദൈവം. 3, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവം. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയുന്നു, ദൈവം നിന്നെ ഉദ്ധരിച്ചിരിക്കും. അതിന് ഈ ആമേൻ പോരാ, ഞാൻ ഒന്നുകൂടി കേട്ടി പറയാ. 10,000 സ്വത്തുകൾ നിനക്കെതിരെ ചൊല്ലിക്കെട്ടിയാലോ ആമേ പഞ്ചസാര മണലുകൊണ്ട് അതിരിട്ട ദൈവം പറയുന്നു, ദൈവം നിന്നെ ഉദ്ധരിച്ചിരിക്കും. ഈ 12-ാമത്തെ രാത്രി പരിശുദ്ധ ആത്മ പറയുന്നു, ദൈവം ഉദ്ധരിച്ചിരിക്കും. ഈ രാത്രി ഞങ്ങളെ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ ലൈവിലൂടെ ഈ മീറ്റിംഗ് ശ്രദ്ധിക്കുന്ന ദൈവദാസന്മാരോട് ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, നിന്നെ ഉദ്ധരിക്കുന്ന ദൈവമാണ്. എനിക്കറിയത്തില്ല ആരോ ഇന്ന് രാത്രി കിഡ്നി സംബന്ധമായി ഡയാലിസിസ് ചെയ്യുന്ന ആരോ ഭവനത്തിലിരുന്ന് ഈ മീറ്റിംഗ് കൂടുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ വിളിച്ചു പറഞ്ഞേക്കണം. ഡയാലിസിസ് ചെയ്യുന്ന ആരോ ഇന്ന് രാത്രി ലൈവിലുണ്ട്. 107-ാം സങ്കീർത്തനം 20-ാമത്തെ വാക്യം, ഞാൻ എന്റെ വചനം അടച്ച് ഞാൻ അവരെ സൗഖ്യമാക്കും, അവരുടെ കുഴികളിൽ നിന്ന് ഞാൻ അവരെ കയറ്റും. ഈ രാത്രി സൗഖ്യത്തിന്റെ വചനം ദൈവം അഴക്കുന്നു. കിഡ്നികൾ സൗഖ്യമാകുന്നു. സ്റ്റൊമക് പെയിൻ, ഉദര സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകുന്നു. ചില തൈറോയ്ഡ് പോലുള്ള രോഗങ്ങൾ ഇന്ന് രാത്രി കെട്ടഴിയുന്നു. ശബനരാ തലകടകദനാ റിബലകടക. Thank you, Jesus. അമ്മേ, സന്തോഷമുണ്ടോ? സന്തോഷമാണോ? അടുത്തിരിക്കുന്ന 2 പേരെ മുഖത്ത് നോക്കി കൈ കൊടുത്ത് ഗോഡ് ബ്ലെസ് യു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെന്ന് പറ. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണ് ഞാൻ, പരദേശിയാണ്. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമാ. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. കരമുയർത്തി പറ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമായി. താൻ വാഴുകയാൽ ആകുലമില്ല നാളെ എന്ന് ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോ ആയത്ര
എൻ്റെ ഒന്നാമത്തെ കോളിങ്. ഞാൻ ആരാ എന്ന് പറയുന്നേ. പക്ഷെ ഞാൻ മകനാണെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നത്? പേടിയുണ്ടോ? ഈ മെസ്സേജ് എൻ്റെ ഹൃദയത്തിൽ വന്ന നിമിഷം ഞാനൊരു തീരുമാനം എടുത്തു. പള്ളി പണിയാനോ സ്ഥലം മേടിക്കാനോ ഒരു കസേര മേടിക്കാൻ പോലും ഞാൻ പിരിവെടുക്കത്തില്ലെന്ന്. ഒരു ഫാൻ മേടിച്ചിട്ടാലേ ആ ഫാനിൻ്റെ അടി കസേര വിട്ട് ഇരിക്കുമല്ലോ. അതാണല്ലോ നമ്മുടെ പാരമ്പര്യം. ഒരു സ്വത്രം. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, വേണ്ട. ഒരു സ്വത്രം പറ, വേണ്ട, കൈ നീട്ടണ്ട, പിരിവെടുത്തില്ല, റെസിറ്റ്യൂട്ടി അടിച്ചില്ല. ചിലർ ചോദിച്ചു, ഭാഷ ഇത് എങ്ങനെ പണികട? എനിക്ക് എൻ്റെ യേശു വലിയവനാന്ന് പ്രസംഗിക്കണം. എടുത്തില്ല. അപ്പൊ ചുമ്മാതല്ല പറയുന്നത്, അനുഭവത്തിലൂടെയാ പറയുന്നത്. നീട്ടിയില്ല, കൈ നീട്ടിയില്ല. നിങ്ങൾ വേണേ അന്വേഷിച്ച് നോക്കി. ബിജു പാഷ എന്തെങ്കിലും പണിയാൻ ആരോടെങ്കിലും 1 രൂപ മേടിച്ചെന്ന് അറിഞ്ഞാൽ ഈ പരിപാടി ഞാൻ നിർത്തും. മേടിച്ചിട്ടില്ല. കഴിഞ്ഞ 24 വർഷമായി ഞാൻ ലോക രാജ്യങ്ങൾ പോയി പ്രസംഗിക്കുന്നു. പ്രസംഗിച്ച് കിട്ടുന്നത് കൊണ്ട് കർത്താവ് എന്നെ കൊണ്ട് പണിയിപ്പിക്കുന്നു. ഇന്ന് വരെ കൈ നീട്ടിയിട്ടില്ല. നീട്ടാത്ത കാര്യം, ഞാൻ ദാസനല്ല, ഞാൻ ദരിദ്രനല്ല, ഞാൻ യാചകനല്ല, എനിക്കൊരപ്പനുണ്ട്. ആമേൻ, ആമേൻ. മീൻ ചോദിച്ചാൽ പാമ്പിനെ തരാത്ത, അപ്പൻ ചോദിച്ചാൽ കല്ലുകൾ തരാത്ത ഒരപ്പൻ എനിക്ക് ജീവനോട് ഇരിക്കുമ്പോ ഞാൻ എന്തിനാ യാചിക്കുന്നത്? മൂന്നാമത്തെ മക്കൾ, വേദപുസ്തകത്തിൽ മൂന്നാമത്തെ മക്കൾ, യോഹന്നാൻ 1:12, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന അവൻ ആരാകാൻ? ദൈവമക്കളാണ്. എന്നുവെച്ചാൽ നമുക്കൊരു പദവി ദൈവം തന്നു. എന്റെ വിളി പുത്രത്വത്തിന്റെ വിളിയാ. ഓ, താങ്ക് യു ജീസസ്. സന്തോഷമാണോ? അടുത്ത ഭാഗത്തേക്ക് പോവാല്ലേ? നമ്മളെല്ലാം മക്കളാ. ഞാൻ മകനാന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? എല്ലാ കൈയും പൊങ്ങിയില്ല. ഞാൻ മകനാ. ഇനി എന്റെ ചോദ്യം, എത്ര പേര് മക്കൾ വളർന്നു? എത്ര പേര് വളർന്നു? അച്ഛാ എത്ര വർഷം? 15 വർഷം. എത്ര വർഷം? 20 വർഷം, 25 വർഷം. പക്ഷെ ഇപ്പോഴും ഉണ്ടല്ലോ ആ പഴയ നിപ്പിള. പാസ് വിളിച്ചില്ലേ വരില്ല, പാസ് മെസ്സേജ് വിട്ടില്ലേ വരത്തില്ല, പാസ് ഹായ് പറഞ്ഞാൽ പിന്നെ ചർച്ചയിൽ കാണില്ല. ആമേ, പാസ് മെസ്സേജ് വന്നില്ല, പാസ് കണ്ടില്ല, പാസ് നോക്കിയില്ല. എന്നെ പരാതി ആൾക്കാർക്ക്. ഒരൊറ്റ കാര്യം, വളരാത്തതിന്റെ കുഴപ്പമാണ്. രാമൻ പറ, വളരാത്തതിന്റെ കുഴപ്പമാണ്. വളർന്നു കഴിഞ്ഞ പരാതിയില്ല ചാ. വളർന്നു കഴിഞ്ഞാൽ എന്തില്ല? പരാതിയില്ല. ഈ വളരാത്തതിന്റെ കുഴപ്പം മക്കളാ. ഗലാത്യ ലേഖനത്തിലൊരു വാക്യമുണ്ട്, യജമാനൻ, ബാക്കി നിങ്ങൾ പറ, സകലത്തിലും അവകാശി എങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ എന്തില്ല. അപ്പൊ മക്കളാ. പക്ഷെ മക്കൾ എന്ത് ചെയ്തിട്ടില്ല? വളർന്നിട്ടില്ല. ഇന്ന് രാത്രി ഈ 12ാമത്തെ ദിവസം വളരണം. എനിക്ക് വളരണമെന്ന് താല്പര്യമുള്ള എത്ര പേരുണ്ട്? ഒരു ഹല്ലേലൂയ പറ. ഈ വളരാൻ ഒറ്റ കാര്യം, 3 കാര്യം 4 കാര്യം പറയാം. വളരാൻ ഏറ്റവും നല്ലത് നല്ല അടിപൊളി ഫുഡ് കഴിക്കണം. എന്ത് കഴിക്കണം? അടുത്തിരിക്കുന്ന ആളിവിടെ നല്ല ആഹാരം കഴിക്കണം. അത് ഞങ്ങളുടെ സ്ഥിരം ആഹാരം ഈ പഴങ്കഞ്ഞിയാണ്. പച്ചമുളക് ഞെരിഞ്ഞിട്ട് ഉള്ളിയും ചതച്ചിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് വെളുപ്പിന് ഞങ്ങൾ ഈ പഴങ്കഞ്ഞിയും കൂടിച്ചാ വള്ളത്തെ പോകുന്നത്. ഒരു സ്വതന്ത്രം പറഞ്ഞേ, എന്നെ പവറാന്നറിയാച്ചാ. ആ പഴങ്കഞ്ഞിയുടെ പവറാ ഇപ്പോഴും. ഒരു ഹല്ലേലൂയ പറ. ഈ നൂഡിൽസ് ഒക്കെ കഴിച്ചിട്ട് വന്നിരിക്കുന്ന കൊണ്ട് ഇങ്ങനെ ആടിക്കുഴഞ്ഞിരിക്കുന്നേ. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, നല്ല 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 ഫുഡ് കഴിക്കണം. ഒരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ആമേൻ. എൻ്റെ വൈഫ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി 2 ഫുഡ് ഇവിടെ വെക്കാൻ ഒക്കത്തില്ല. മക്കൾക്ക് നൂഡിൽസ് മതി, നിങ്ങൾക്ക് നൂഡിൽസ് മതി. ഞാൻ നൂഡിൽസ് കഴിച്ചു. പ്രസംഗിക്കാൻ പോയാൽ ഇങ്ങനെ ആടി നിൽക്കും. ഒരു സ്വത്രം പറഞ്ഞേ. ഞാൻ പിന്നെ ആ നൂഡിൽസ് മാറ്റി പിന്നെ പഴങ്കഞ്ഞിയിലേക്കായി. ഒരു ഹല്ലേലൂയ പറ. ഈ ശിശു വളരണമെങ്കിൽ നല്ല ഫുഡ് കഴിക്കണം. എന്ന് വെച്ചാലേ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കും. എൻ്റെ മകനെ, എൻ്റെ വചനങ്ങൾക്ക്
നീ ശ്രദ്ധ തരിക. എൻ്റെ വചനം നിന്റെ മൊഴികളിൽ നിന്നും മാറിപ്പോകരുത്. എൻ്റെ വചനം നിന്റെ ഹൃദയത്തിന് നടുവിൽ സൂക്ഷിക്കണം. അവയെ കിട്ടുന്നവർക്ക് അവ സർവ്വദേഹത്തിനും സൗഖ്യമാണ്. വചനമാണ് ആഹാരം. കഴിക്കാവുന്നത്രയും കഴിച്ചേക്കണം. വളരാൻ ഏറ്റവും നല്ല മാർഗം എന്നാ? നല്ല ഫുഡ്. നല്ല ഫുഡാണെങ്കിൽ വചനം. വചനം കിട്ടി ഏതവനും വളരും. ഞാൻ 13 വർഷമായിട്ട് ഒരു ചർച്ചിൽ പോകുന്നുണ്ട്, സ്ഥിരം പോകുന്നുണ്ട്. 13 വർഷമായി. അച്ഛാ എന്ന് ചെന്നാലും പുണ്ണി ഗന്നേസരത്ത് തടാകമേ പ്രസംഗിക്കത്തുള്ളൂ. 13 വർഷമായി ഞാൻ ആ ചർച്ചിൽ പോകുന്നത്. എപ്പോൾ ചെന്നാലും പുള്ളി ഏതാ പ്രസംഗിക്കുന്നത്? ഈ കഴിഞ്ഞ ദിവസം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു ഗന്നേസരത്തെ തടാകം ഞാൻ പൂഴിയിട്ട് മൂടുമെന്ന് പറഞ്ഞു. ഒരു 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 എന്താ പറയുന്നത്, അതിനെന്താ വാക്കാ പറയുന്നത് എനിക്കറിയത്തില്ല. ഒരു മര്യാദ വേണ്ടേ? 13 വർഷമായി അവർ ഗന്നേസരത്ത് തടാകം കേട്ടോണ്ടിരിക്കുക. ദാവീദും ഗോലിയാത്തും വടിയും കേട്ടോണ്ടിരിക്കുക. എന്നിട്ട് ഹോർമോണിന്റെ ഇഞ്ചക്ഷൻ എടുത്ത പോലെ കൈ മാത്രം വളർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വളർന്നാൽ ഒക്കത്തില്ല. നല്ല ഫുഡ് കഴിക്കണം. നല്ല ഫുഡാണ് ഈ ദൈവത്തിന്റെ വചനം. തേനിലും തേൻകട്ടയേക്കാൾ മാധുര്യമേറിയ ഈ വചനം നീ ഭക്ഷിക്കണം. അതുകൊണ്ട് ജോഷുവയോട് പറഞ്ഞു, ജോഷുവ മോശയോട് കൂടെ ഇരുന്ന പോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കാം. പക്ഷെ ഒറ്റ പ്രമാണം, ഈ വചനം വിട്ട് നീ ഇലത്തോട്ട് വലത്തോട്ട് മാറരുത്. ഇത് രാപ്പകൽ ധ്യാനിക്കണം. വളരാൻ വചനം വേണം. എന്നോട് കർത്താവിന്റെ ദൈവദാസനല്ലേ, കർത്താവിന്റെ ദാസൻ ഇന്ന് ഉച്ചക്ക് എനിക്ക് നല്ല ആഹാരം മേടിച്ചു തന്നു. ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ചോദിച്ചു, പാസ്റ്റർ സ്കൂളിൽ പോയിട്ടില്ല, പഠിച്ചിട്ടില്ല, ഇംഗ്ലീഷ് അറിയില്ല, മലയാളം അറിയില്ല, പിന്നെ ഇതൊക്കെ എപ്പോ പഠിച്ചു? സ്വതന്ത്രം പറഞ്ഞു, എനിക്കും അറിയില്ല ഇത് എപ്പോഴാ പഠിച്ചതെന്ന്. സത്യമായിട്ട് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഈ ഡയറിയൊക്കെ എഴുതിയേക്കുന്നത് നിങ്ങൾ കണ്ടാൽ അവൻ ഇത് സ്കൂളിൽ പോകാത്തവനാണ് എന്നൊന്നും നിങ്ങൾ പറയത്തില്ല. പറയുമോ? ഇത് പറയത്തില്ല. ഇതിൻ്റെ മലയാളം ഇംഗ്ലീഷൊക്കെ എഴുതിയ കണ്ടാൽ നിങ്ങൾ പറയത്തില്ല ഇവൻ സ്കൂളിൽ പഠിക്കാത്തതാന്ന്. എടാ, ദൈവം ഒരുവനെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നിന്റെ കൂടും മണവും മാറ്റും. പോരാ, മനസ്സിലായില്ലല്ലേ? ഈ 12ാമത്തെ രാത്രി ഇത് പറയാനാ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ദൂത് മനസ്സിലായോ? വിശ്വസിക്കാമെങ്കിൽ നിന്റെ അത്തരങ്ങളുടെ മേൽ ദൈവത്തിന്റെ സ്പർശനം ഈ രാത്രി ദൈവം തൊടും. അമ്മേ അച്ഛാ, ഈ സ്തോത്രം, ഞാൻ 94 മീറ്റിങ്ങിന് പോകുമ്പോൾ കാറൊന്നുമില്ല, ബൈക്കൊന്നുമില്ല. അപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിനാണ് തിരുവനന്തപുരത്തോട്ടൊക്കെ മീറ്റിങ്ങിന് പോകുന്നത്. ഇതുപോലൊരു വെള്ള പേപ്പർ എടുത്തിട്ട് ഒരു സൈഡ് 10 വാക്യം, മറ്റേ സൈഡ് 10 വാക്യം എഴുതിയിട്ട് ഞാനിങ്ങനെ പോക്കറ്റിലിടും. ട്രാൻസ്പോർട്ട് ബസ് കമ്പിയെ പിടിച്ചോണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ വാക്യമെടുക്കും. എബ്രായർ 13:5, ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, ഉപേക്ഷിക്കത്തില്ല. ആമേൻ. സങ്കീർത്തനം 91:7, നിന്റെ വശത്ത് 1000 പേര് അങ്ങനെ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 20 വാക്യം പഠിക്കും. മാസത്തിൽ ഒരു 15 മീറ്റിംഗ് ഉണ്ടാകും. 15 മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ ഒറ്റ യാത്ര 20 വചനം വെച്ച് കാണാതെ പഠിക്കും. അങ്ങനെ പഠിച്ചതാ. നിങ്ങൾ നേരം വെളുക്കുന്നവർ ഇരിക്കാമെങ്കിൽ നേരം വെളുക്കുന്നവരെ ഞാൻ പ്രസംഗിക്കും. ദൂത് മനസ്സിലായില്ലല്ലേ? അവൻ കേട്ടോ, വചനമാണ് ആഹാരം. കിട്ടുന്നിടത്തോളം ഭക്ഷിക്കണം. എന്ത് വില കൊടുത്തും വായിക്കണം. എത്ര മണിക്കൂർ എടുത്തും വചനം വായിക്കണം, വചനം ധ്യാനിക്കണം. വചനം വായിക്കാൻ സമയം കണ്ടെത്തണം. വായിക്കണം മക്കളെ, ചാലഞ്ചായിട്ട് പറയുക. വായിക്കണം, മണിക്കൂറുകൾ വായിക്കണം ഈ വചനം. ആമേൻ. ഇതിനകത്ത് റെക്കോർഡുണ്ട്, വണ്ടിക്കകത്തിട്ടേക്കണം. ഞാൻ 24 മണിക്കൂറും ഇത് വാഹനത്തിനകത്തിടും. വണ്ടിക്ക് പോകുമ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കും. എൻ്റെ വീട്ടിനകത്ത് ഞാനൊരു ടാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വചനം ഇടും. എഴുന്നേറ്റ് വരുമ്പോൾ വചനം കേൾക്കും, വണ്ടിക്കകത്ത് വരുമ്പോൾ വചനം കേൾക്കും. ഒരു ദൈവഭക്തനെ കുലുക്കിയാൽ പുറത്തു വരേണ്ടത് വചനമായിരിക്കണം. ഈ രാത്രി ഒന്ന് സ്വതന്ത്രം ചെയ്യാൻ പറ്റുമോ? ഞാനൊരു ദൂത പറയാ, വചനത്തിൽ നിറഞ്ഞവനെ ഒരു പിശാചിനും തൊടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. Thank you, Jesus. സന്തോഷമുണ്ടെങ്കിൽ രാമൻ പറ. അച്ഛാ, വളരാൻ ഒന്ന് നല്ല ആഹാരം വേണം. എന്താ ആഹാരം? പറമക്കളെ, വചനം കിട്ടിയാ ആഹാരം കിട്ടിയാൽ മാത്രം വളരുമോ? അച്ഛാ, നമ്മുടെ മക്കള് പ്രാണവായു വേണ്ടേ? വേണോ വേണ്ടേ? നിങ്ങൾ പറ.
അല്ലെങ്കിൽ തിരുവല്ലക്കാർ പ്രാണവായു ഇടാതെ ജീവിക്കുന്നവരാണോ? വായു വേണ്ടേ? ഓക്സിജൻ വേണ്ടേ? എന്താ ഓക്സിജൻ? ഓക്സിജനാണ് പ്രാർത്ഥന. ഒരു ദൈവ പൈതൽ വളരണമെങ്കിൽ വ്യക്തിപരമായ പ്രാർത്ഥന വേണം. ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, പ്രസംഗിക്കുന്നതിന് മുൻപ് എൻ്റെ ദൈവദാസൻ എന്നെ പഠിപ്പിച്ചത് 5 മിനിറ്റ് പ്രസംഗിക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ പ്രാർത്ഥിക്കണം. 1 മണിക്കൂർ പ്രാർത്ഥിക്കാതെ പുൽപ്പിറ്റ് കയറരുത്. എൻ്റെ ചർച്ചിനകത്ത് കീബോർഡ് വായിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളാണ്. ഒരു സൺഡേ ഞാൻ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിക്കാതെ ഈ കീബോർഡ് കയറി കൈവെക്കരുത്. ഒരു ദിവസം പ്രാർത്ഥിക്കാതെ കൈവച്ചു, ഇറക്കി വിട്ട് ഞാൻ പോയിടാന്ന് പറഞ്ഞു. അവൻ ഇത്രയും വിശുദ്ധന്മാർ ആരാധിക്കുമ്പോൾ പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങി വന്ന് ചുമ്മാ കീക്കിക്ക് അടിക്കുമ്പോൾ നിന്റെ കീക്കിക്ക് താളം താളാ നിൽക്കുന്നതല്ല വിശുദ്ധന്മാർ. ഒരു ഹല്ലേലൂയ പറ. ആമേൻ. പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്നു മുതൽ എൻ്റെ മക്കൾ ഒരു കാര്യം ചെയ്യും. അവർ രണ്ടുപേരും കൂടി ശനിയാഴ്ച വൈകിട്ട് 6 മണി 7 മണിയാകുമ്പോൾ ആലയത്തിൽ ചെല്ലും. ആലയത്തിൽ ചെന്ന് ഏകദേശം 8 മണിയാകുമ്പോൾ 12 മണി വരെ അവർ പ്രാക്ടീസ് ചെയ്ത് അന്യഭാഷയിൽ ആരാധിച്ച് പ്രാർത്ഥിച്ച് അതേ ആലയത്തിൽ കിടക്കും. ഞങ്ങൾക്ക് 2 സർവീസ് ഉണ്ട്. എറണാകുളത്തെ സർവീസ് കഴിഞ്ഞ് ഞാൻ ഫോർട്ട് കൊച്ചി ചെല്ലുമ്പോൾ എൻ്റെ മക്കൾ അന്യഭാഷയിൽ ആരാധിച്ച് അവൻ ദോശക്കല്ല് ചൂടാക്കിയിട്ടതുപോലെ ആരാധനയും തിളപ്പിച്ചിടും, ചൂടാക്കിയിടും. ഞാൻ പറഞ്ഞത്, ആലയത്തിൽ വരുന്നത് കളിക്കാനല്ല, പ്രാർത്ഥിക്കുന്നവൻ മതി. പ്രാർത്ഥിക്കാത്തവനെ ചെയ്തേ കേട്ടരുത്. ഹല്ലേലൂയ. വേണ്ട. ഈ 12-ാമത്തെ ദിവസം സഭ തിരിച്ചു വരട്ടെ. പ്രാർത്ഥിക്കാത്തവൻ വായിക്കണ്ട, പ്രാർത്ഥിക്കാത്തവൻ പാടണ്ട, പ്രാർത്ഥിക്കാത്തവൻ സ്റ്റേജിൽ കയറണ്ട. മതിയാക്ക്. ദൈവ സാന്നിധ്യം ചലിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ കയറട്ടെ. അമ്മേ ജേപിടി, ആമേൻ, ഈ മൈനർ പിടി എന്നൊക്കെ പറയുന്നവൻ കാണുമായിരിക്കും. അവൻ പ്രൊഫഷണൽ അല്ല ഇവിടെ കയറി കളിക്കേണ്ടത്. പ്രാർത്ഥിക്കുന്നവ കയറിയാ മതി. ഇതാ പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാടാ. സഭ വളരണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ സ്റ്റേജിൽ കയറട്ടെ. സഭ വളരണമെങ്കിൽ അവ പ്രൊഫഷണൽ അല്ല കയറേണ്ടത്. പ്രാർത്ഥിക്കുന്ന അഭിഷേകമുള്ളത് സഭയിൽ കയറട്ടെ. മക്കൾ വളരണോ? പ്രാണവായു. എന്താ പ്രാണവായു? പ്രാർത്ഥന. ഒരിക്കലേ തമ്പുരാൻ എന്നോട് പറഞ്ഞു, നിന്റെ ഡയറി എടുക്കാൻ പറഞ്ഞു. ഡയറി എടുത്തപ്പോൾ തിങ്കൾ ചർച്ചക്കോട്, ചൊവ്വ IPC, ഇന്നത് ന്യൂ ഇന്ത്യ. 6 ദിവസം മീറ്റിംഗാണ്. ഒരു ദിവസം പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചു, എനിക്ക് തരാൻ ഒരൊറ്റ ദിവസം നിന്റെ ഡയറിയിലില്ല അല്ലേ? എല്ലാവർക്കും കൊടുത്തേക്കുക. അന്ന് ഞാൻ മാനസാന്തരപ്പെട്ടു. അന്നൊരു തീരുമാനമെടുത്തു, തിങ്കളാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ ഒരു മുറി എടുത്തിട്ടുണ്ട്. രാവിലെ ആ മുറിക്കകത്തോട്ട് കയറും. തിങ്കൾ രാവിലും തിങ്കൾ പകലും അതിനകത്തിരുന്ന് അന്യഭാഷ പറയും, അതിനകത്തിരുന്ന് വേദപുസ്തകം വായിക്കും. ചൊവ്വാഴ്ച രാവിലെ അവിടെ നിന്ന് മീറ്റിങ്ങിന് പോകും. ആമേൻ. വർഷങ്ങളായി ഇന്ന് രാത്രി പുൽപ്പിറ്റ് നിൽക്കുന്നതിന് കാരണം വിദ്യാഭ്യാസം കൊണ്ടല്ല. പ്രാർത്ഥിക്കുന്നവൻ തളരുകയില്ല. പ്രാർത്ഥിക്കുന്നവൻ ഒരിക്കലും വാടാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ഇവിടിരിക്കുന്ന യൗവനക്കാരോട് പറയുന്നു, നിങ്ങൾ വളരണോ. തമാശ വിട്ടുകള മുഴങ്കാൽ മടക്ക്. പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. പ്രാർത്ഥിക്കുന്നവനെ ദൈവം വളർത്തും. പ്രാർത്ഥിക്കുന്നവന്റെ ദൈവസഭ വളർന്നുകൊണ്ടിരിക്കും. ഇതിനകത്ത് ഇന്ന് രാത്രി പ്രാർത്ഥന വീരന്മാർ എഴുന്നേൽക്കട്ടെ. ഞാന് ക്ഷമിക്കണം കേട്ടോ, എൻ്റെ ചർച്ചിനകത്ത് പുൽപ്പിറ്റ് ഞാൻ ചെയറിട്ടിട്ടില്ല, കസേര ഇട്ടിട്ടില്ല. കസേര ഇടാത്ത എന്നാന്നറിയോ? കസേര ഇട്ട എല്ലാവരും വന്ന് കസേര കയറിയിരിക്കും. പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും എല്ലാവരും വന്ന് കയറിയിരിക്കും. ഞാൻ ആ പുൽപ്പിറ്റിനെ വളരെ മഹത്വത്തോടെ കാണുന്നതാണ്. അതുകൊണ്ട് ദൈവദാസന്മാർക്കെല്ലാം ഫ്രണ്ട് സീറ്റ് ഇട്ടിട്ടുണ്ട്. ആത്മനിയോഗം കിട്ടുന്നവർക്ക് മൈക്ക് കൊടുക്കും, അവർ മാത്രം കയറും. നമ്മുടെ പത്ത് ആരെ കണ്ടാലും എങ്ങനെ കണ്ടാലും കേട്ടി തട്ടുന്ന പരിപാടി മതിയാക്കിയിട്ട് ആ അഭിഷേകമുള്ളവൻ കയറിയാൽ മതി. പ്രാർത്ഥിക്കുന്നവൻ കയറിയാൽ മതി. അച്ചായൻ എത്ര വലിയവനാണേലും, ഡോളർ എത്ര തന്നാലും, പണം എത്ര തരാൻ കഴിവുണ്ടെങ്കിലും അവിടെ ഇരുത്തിയേക്കണം. അവനെ സ്റ്റേജിലോട്ട് കയറ്റരുത്. കൃപയുള്ളവൻ കയറട്ടെ, അഭിഷേകമുള്ളവൻ കയറട്ടെ, ദൈവ സാന്നിധ്യമുള്ളവൻ കയറട്ടെ.
സ്വത്രം. ഒന്ന്, അപ്പം, വചനം ഭക്ഷിച്ചാൽ വളരും. 2, പ്രാണവായു. 3, നല്ല എക്സസൈസ് വേണം. എന്താ എക്സസൈസ്? പകലുള്ളിടത്തോളം അഴച്ചവന്റെ പ്രവൃത്തി ചെയ്യണം. പകലുള്ളിടത്തോളം അഴച്ചവന്റെ പ്രവൃത്തി ചെയ്യണം. നല്ലപോലെ സുവിശേഷം പറയണം. ഒരു അല്ലൊന്ന് പറഞ്ഞു. 4, റെസ്റ്റ് വേണ്ടേ? വിശ്രമം വേണ്ടേ? എന്താ വിശ്രമം? യെശയ്യാ 28:11-12 ആമേൻ. വിക്കി വിക്കി പറയുന്ന അധരങ്ങളാൽ ഞാൻ ഈ ജനത്തോട് സംസാരിക്കും, അന്യഭാഷകളാൽ ഞാൻ ഈ ജനത്തോട് സംസാരിക്കും. അതാകുന്നു അവരുടെ സ്വസ്ഥത. എന്താണ് സ്വസ്ഥത? അന്യഭാഷയിൽ ദൈവം ജനത്തോട് സംസാരിക്കുന്നത് സ്വസ്ഥതയാ ദൈവദാസനെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്, മണിക്കൂറുകൾ അന്യഭാഷ പറയണം. അതൊരു സ്വസ്ഥതയാണ്. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയുമോ? ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഇനി ഒരല്പം വേഗത്തിൽ പോകണം. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ കൃത്യസമയത്ത് എനിക്ക് അവസാനിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ 2ാമത്തെ ക്രിസ്ത്യൻ കോളിങ്ങിലേക്ക് വരുന്നു. 1ാമത്തെ നമ്മുടെ വിളി, പുത്രത്വത്തിൻ്റെ വിളി. എല്ലാവരും ഒരു ആമേൻ പറഞ്ഞേ. 2ാമത്തെ നമ്മുടെ വിളി, 2 തിമോഥെയോസിന്റെ ലേഖനം 2ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. ആമേൻ. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. അഭിഷിക്തന്മാരെ, 2ാമത്തെ ക്രിസ്ത്യൻ കോളിങ് ഈ 12-ാം രാത്രി തിരിച്ചറിയണം. എന്നെ ദൈവം വിളിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവത്തിന്റെ വചനം പറയുന്നു. ആമേൻ. എന്തിനു വേണ്ടിയാ? ക്രിസ്തുയേശുവിന്റെ നല്ല നല്ല പഠനായി. നമ്മുടെ വിളിയണ്ട മക്കളെ, പറ. നല്ല പഠനായി. പഠനായി വിളിച്ചേ. പഠൻ എങ്ങനെയാ നിൽക്കുന്നേ? ഇവിടെ ആരെങ്കിലും എക്സ് മിലിറ്ററി ആയിട്ടുള്ളവരുണ്ടോ? മിലിറ്ററി അച്ഛാ മിലിറ്ററി അല്ലേ? ഒന്ന് എഴുന്നേറ്റ് ഇന്ന്. ഈ അച്ഛനെ ഒന്നും നിങ്ങളെ ശ്രദ്ധിച്ചേക്കണം. അച്ഛൻ ഷർട്ട് ഇൻസൈഡ് ചെയ്തേക്ക് നോക്കിക്കേ. ഇനി അടുത്തിരിക്കുന്ന വേറെ ആരെങ്കിലും എഴുന്നേക്കണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആഴ്ചാൻ ഫുൾ സ്ലീവ് അടിച്ചേക്ക് നോക്കിക്കേ. ഇനി ആഴ്ചാന്റെ നിപ്പ് നോക്കിക്കേ. ഞാൻ ഇതുപോലെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. വളവില്ല. ഒരല്ലോ എന്തില്ല? വളവില്ല. കണ്ടോ? ഉപവാസ പ്രാർത്ഥനക്കാ പുള്ളി വന്നിരിക്കുന്നേ. കല്യാണ വീട്ടിൽ പോയതുപോലെ ഇൻസൈഡ് ചെയ്താ വന്നിരിക്കുക. ഒരു സ്വോത്രം ചെയ്തേ. ഇനി പുള്ളിയുടെ ഷൂ പോയി പുറത്ത് നോക്കണം. ഷൂ ഇട്ടു പോകുമ്പോൾ ഷൂ നോക്കണം. നമ്മുടെ ഷൂ പോലെ ആ കരിയും ടാറും ഉണ്ടാകത്തില്ല. പുള്ളിയുടെ ഷൂ നല്ല മിന്നി തിളങ്ങും. ഒരു സ്വോത്രം ചെയ്തേ. ഒരു അല്ലലിയ പറ. ഈ പഠന്റെ പ്രത്യേകത, അവന്റെ നിൽപ്പിനൊരു വ്യത്യാസമുണ്ട്, അവന്റെ വസ്ത്രത്തിന്റെ കോഡിനൊരു വ്യത്യാസമുണ്ട്, അവന്റെ വാക്കുകൾക്കൊരു വ്യത്യാസമുണ്ട്. ആരാണ് പഠൻ? അവന്റെ നിപ്പിനൊരു വ്യത്യാസം, അവന്റെ വാക്കിനൊരു വ്യത്യാസം, അവന്റെ നടപ്പിനൊരു വ്യത്യാസം. ഒരു ഹല്ലേലൂയ പറ. താങ്ക് യു അച്ഛാ, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. മനസ്സിലായില്ലേ? അല്ലാതെ പഠനം എന്ന് പറയുന്നത് വരുമ്പോ തന്നെ എവിടെയെങ്കിലും പോസ്റ്റ് ഉണ്ടോ ചാരി ഇരുന്നിട്ട് സിയോൻ സഞ്ചാരി ചാരുന്ന ഞാൻ പോസ്റ്റ് എന്ന് പറഞ്ഞ് ചാരുന്നവനല്ല. ഒരു പടയാളി, അവന്റെ നടപ്പ് കണ്ടാൽ അറിയാം, അവന്റെ നിപ്പ് കണ്ടാൽ അറിയാം, അവന്റെ സ്തോത്രം കണ്ടാൽ അറിയാം. ഒരു ഹല്ലേലൂയ പറയച്ച, അവന്റെ ഹല്ലേലൂയ കേട്ടാൽ അറിയാം അവനായിരിക്കണം ഒരു പഠൻ. അച്ഛാ, നമ്മളെ ദൈവം ആരായിട്ടാ വിളിച്ചേ? അതാ ആരായിട്ടാ ദൈവം വിളിച്ചേ? നല്ല പിശാച് നോക്കുമ്പോ നമ്മുടെ നിപ്പും ശൈലിയും കാണും, പറയണം ഇവന്റെ അടുത്ത് കളി നടക്കത്തില്ല. എനിക്ക് ഒരു സ്നേഹിതനുണ്ട്. 13,500 പേര് ജോലി എടുക്കുന്ന ഒരു കമ്പനിയുടെ ഓണറാണ്. ഇടയ്ക്കിടയ്ക്ക് പുള്ളി റിക്രൂട്ട്മെന്റിന് വേണ്ടി എറണാകുളത്ത് വരും. അപ്പോൾ എന്നെ വിളിക്കും. ഒരു ചില്ലുകൂട്ടിനകത്താ പുള്ളി ഇരിക്കുന്നേ. അവിടെ ഇരുന്നുകൊണ്ട് ആളുകളെ സെലക്ട് ചെയ്യുന്നേ. അപ്പൊ ചില്ലുകൂട്ടിനകത്ത് ഇരുന്നിട്ട് പുറത്തൊരു ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ്സിനകത്ത് പുള്ളി ഇങ്ങനെ കസേര ഇരിക്കും. പുള്ളിക്ക് കാണാൻ പറ്റും, പുറത്ത് നിന്ന് നമുക്ക് കാണാൻ ഒക്കത്തില്ല. അപ്പൊ ഈ ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നവരെല്ലാം ഇങ്ങനെ ക്യൂ നിൽക്കും. അപ്പോൾ ഈ പുള്ളി അകത്തിരുന്നിട്ട് പറയും, ആ 4ാമത് നിൽക്കുന്നവനോട് വീട്ടിൽ പോയിക്കോളാൻ പറ, ആ പുറകെ നിൽക്കുന്നവനോട് മുന്നോട്ട് കയറുക. ഒരു ദിവസം ഞാൻ ചോദിച്ചു, ഇത് എന്നെ ഇടപാടാ? ഇന്റർവ്യൂ പോലും ചെയ്യാതെ അവനെ പറഞ്ഞു വിട്ടു. എൻ്റെ പൊന്നു ഭാഷേ, ഞാൻ മാർക്കറ്റിങ്ങിന് വേണ്ടിയാ ഇവരെയൊക്കെ എടുക്കുന്നത്. ഭാഷ അവൻ്റെ നിപ്പ് കണ്ടോ? 5 മിനിറ്റ് ആയുള്ളൂ. ഇപ്പൊ തന്നെ അവൻ നിൽക്കുന്നത് ചാരി
കുഴഞ്ഞ് സർട്ടിഫിക്കറ്റ് അവസാനം നിൽക്കുന്നവനെ കണ്ടോ? സർട്ടിഫിക്കറ്റ് നെഞ്ചത്ത് പിടിച്ച് നിൽക്കുന്നത് കണ്ടോ? ചാരാതെ നിൽക്കുന്നവനെ കണ്ടോ? അവൻ കൊള്ളാം. മനസ്സിലായില്ലല്ലേ? എടാ, ഒരു കമ്പനിയുടെ ഇന്റർവ്യൂവിന് വേണ്ടിയേ ഒരാൾ തിരഞ്ഞെടുക്കുന്നത് ബോഡി ലാംഗ്വേജ് നോക്കിയാന്ന്. അവന് നിപ്പ് കണ്ടാൽ അറിയാം, അവനെ നടപ്പ് കണ്ടാൽ അറിയാം. ഒരു ഹല്ലേലൂയ പറ. ഇന്ന് രാത്രി പിശാച് നോക്കുമ്പോ നിങ്ങളുടെ ഒരു ഹല്ലേലൂയ കണ്ടിട്ട് അറിയണം, ഇത് സംതിങ് സ്പെഷ്യൽ ആണ്. ഇവരാള് മാറിയവരാണ്, ഇവരാണ് പടന്മാർ. ഇവിടെ ഹല്ലേലൂയക്കകത്ത് ഒരു ജീവനുണ്ട്, ഇവിടെ സ്തോത്രത്തിനകത്ത് ഒരു ജീവനുണ്ട്. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. എനിക്കാണെങ്കിൽ ഈ ക്ലോക്ക് കണ്ടുപിടിച്ചവനോടാ ഇപ്പൊ ദേഷ്യം. ഞാനങ്ങ് കത്ത് നിൽക്കുക. എന്റെ ദൈവാസന്മാർ ഇവിടെ അസാധാരണ ദൈവസാന്നിധ്യ. കോടികൾ കൊടുത്താ കിട്ടാത്തതാ ഈ ദൈവമഹത്വം. അതിവിടെ അനുഭവിക്കുന്നവണ്ടാ പറയുന്നത്. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. തമിഴ് പാട്ടിന്റെ റിതം ഉണ്ടോ? 6/8 ഉണ്ടോ? ഒരു തമിഴ് പാട്ട് പാടാനൊരു കൊതി. പാടട്ടെ? വേണ്ടേ? ഹമേ തുമ്പം വരും വേളയിലെ തേടി വന്ന് തെറ്റിടുവാർ, ദുഃഖം നമ്മെ വാട്ടുம்போது പക്കം വന്ന് ആറ്റിടുവാൻ, ജീവനുള്ള தேவனுக்கு ஜீவராகங்கள் பாடுங்கள், ஜீவனுள்ள தேவனுக்கு ஜீவராகங்கள் பாடுங்கள். இயேசு நல்லவரே, நமக்கு போதும் மானவரே. எஸ், இயேசு நல்லவரே, நமக்கு போதும் மானவரே. அற்புதம் செய்தவர், அதிசயமானவர், ஆலோசனை கர்த்தர் பெரியவர். அற்புதம் செய்தவர், அதிசயமானவர், ஆலோசனை கர்த்தர் பெரியவர். இயேசு நல்லவரே, நமக்கு போதும் மானவரே. இயேசு நல்லவரே, நமக்கு போதும் மானவரே. ஐந்தப்பவும் 2 மீனும் യേശുவுக்கு போதுமையா. கோடி ஜனம் கூடினாலும் உறவில்லாமல் கொடுப்பாரையா. 5 அப்பவும் 2 மீனும் യേശുவுக்கு போதுமையா. கோடி ஜனம் கூடினாலும் உறவில்லாமல் கொடுப்பாரையா. நம்பி வந்தால் நன்மையுண்டு, நன்மை செய்கின்ற இயேசு உண்டு. ஓ, நம்பி வந்தால் நன்மையுண்டு, நன்மை செய்கின்ற இயேசு உண்டு. தன்னானா 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 தன்னானா. பரலோகம் தான் என் பேச்சு, பரிசுத்தன் தான் என் மூச்சு. பரலோகம் தான் என் பேச்சு, பரிசுத்தன் தான் என் மூச்சு. கொஞ்ச காலம் இந்த பூமியிலே, கொஞ்ச காலம் இந்த பூமியிலே இயேசுவுக்கா சுவிசேஷத்துக்கா, இயேசுவுக்கா சுவிசேஷத்துச்சன. தன்னன்னா 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 தன்னன்னா. சந்தோஷமாயிருங்க, எப்போதும் சந்தோஷமாயிருங்க. சந்தோஷமாயிருங்க, எப்போதும் சந்தோஷமாயிருங்க. உயிர் வாழாலும் தாழ்வாழாலும், ஓஹோ, உயிர் வாழாலும் தாழ்வாழாலும் சர்வ வல்ல தேவன் நம்மோடு இருப்பதா. சர்வ வல்ல தேவன் நம்மோடு இருப்பதா. சந்தோஷமாயிருங்க,
எப்போதும் சந்தோஷமாயிருக்க. ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നാലേ എനിക്ക് ഫോട്ടോ വെച്ചിക്ക് പോക്ക് നടക്കത്തില്ല. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഇവിടെ തമ്പുരാന്റെ സന്നിധിയിൽ എത്ര സന്തോഷം അല്ലേ. ഈ മസല് പിടിച്ചൊക്കെ ഇരിക്കുന്നത് നല്ലതല്ല, ഫ്രീ ആയിട്ടിരിക്കുന്നത് അല്ലേ. പണ്ടൊരു അണ്ണാച്ചി പറഞ്ഞു, അപ്പാ വീട്ടുക്ക് എപ്പോതും സന്തോഷമേ, ആടലും പാടലും നീങ്കേതാനേ. കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അടകപ്പാ വീട്ടുക്ക് എപ്പോതും സന്തോഷമേ, ആടലും പാടലും നീങ്കേതാനേ. ആടുവോ നടനമാടുവോ, പാടുവോ കൊണ്ടാടുവോ, ഹല്ലേലൂയ ആനന്ദമേ, അല്ലലില്ല പേരിമ്പമേ. ഓഹോ ആനന്ദമേ, അല്ലലില്ല പേരിമ്പമേ. അട അപ്പാ വീട്ടുക്ക് എപ്പോഴും സന്തോഷമേ. അമ്മേ അമ്മേ, എന്ത് രസമല്ലേ. കർത്താവിൽ ആനന്ദിക്കണം. കർത്താവിൽ എന്ത് ചെയ്യണം? ആനന്ദിക്കണം. അച്ഛാ, ഞാൻ കല്യാണം കഴിക്കാൻ നേരത്തെ എൻ്റെ മൂത്ത ബ്രദർ പള്ളിയിലെ അച്ഛൻ പട്ടം കഴിഞ്ഞതാ, പാസ്റ്റർ. പുള്ളി എന്നോട് പറഞ്ഞു, എടാ ചുമ്മാ പോയി വല്ലതിനെയും പോയി പെണ്ണ് കെട്ടരുത്, കെട്ടണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് വേണം കെട്ടാൻ. പുള്ളി പറഞ്ഞു എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. എനിക്കാണ് എഴുതാൻ അറിയത്തില്ല. പുള്ളി എഴുതി, പുള്ളിക്ക് കെട്ടാനുള്ള പെണ്ണിന് 22 കൂട്ടം ക്വാളിറ്റി എഴുതി. പുള്ളി ഭയങ്കര പഠിത്തക്കാരനാണ്, സെമിനാരി പഠിച്ചു. 90-ൽ നമ്മുടെ കരുവാറ്റ ബൈബിൾ കോളേജിൽ നിന്ന് ഗ്രാജുവേഷൻ ചെയ്തു. ഭയങ്കര പഠിത്തമാണ്. അപ്പം എന്നോട് ചോദിച്ചു, നിനക്ക് ഏത് പെണ്ണ് വേണം? എനിക്ക് എന്തെഴുതാനാ? വല്ല വിദ്യാഭ്യാസവും വിവരമുള്ളത് എഴുതണമെങ്കിൽ എനിക്ക് വേണ്ടേ? ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ചിരിക്കുന്ന പെണ്ണുങ്ങളെയാ ഇഷ്ടം. ഒരു സഹോദരൻ പറഞ്ഞു, അച്ഛാ, കുടുംബത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഇവർ ചിരിച്ചാൽ തന്നെ ഒരു ആനന്ദമാണ്. അല്ലാതെ നൈറ്റിയൊക്കെ കയറ്റി കുത്തി വെച്ച് കയറി വാടാ കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഇരിക്കുന്നതിൻ്റെ കുടുംബത്തോട്ട് എല്ലാം നമുക്ക് തോന്നുമോ? അല്ലേ അല്ലേ? ചിലതൊക്കെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ഈ റോഡ് പണി കഴിഞ്ഞ് വന്നതുപോലെ ആമൻ ഈ നൈറ്റിക്കകത്ത് ആമൻ മസാലപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടിയും എല്ലാം ഉണ്ടാകും. വീട്ടിൽ കയറാൻ തോന്നത്തില്ല, വല്ല വഴിയും പോകാൻ തോന്നും അല്ലേ. പക്ഷെ ചിരിക്കുന്നൊരു ഭാര്യ ഉണ്ടെങ്കിൽ ചെല്ലാനൊരു സന്തോഷമാണ് അല്ലേ. ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് ചിരിക്കുന്നൊരു ഭാര്യ വേണം. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. കിട്ടിയവർക്ക് കിട്ടി, കിട്ടാനുള്ളവർക്കുള്ള ദൂത. ഒന്ന് സ്വതന്ത്രം പറഞ്ഞേ. ആമേ. ചിരിക്കുന്ന ഭാര്യ വേണം. അങ്ങനെ എനിക്ക് പ്രാർത്ഥിച്ചൊരു പെണ്ണിനെ കിട്ടി. 24 hours ചിരിയാ. വേണമെങ്കിൽ ഇപ്പൊ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് തരാം. വിളിച്ച ചിരിയ. അവൻ ചിരി എന്ന് പറയുന്ന ഒടുക്കത്തെ ചിരിയ, നിർത്തത്തില്ല. ഞാൻ ചോദിക്കും, പെണ്ണെ നിന്റെ വാ കിഴക്കത്തില്ലേ? 24 മണിക്കൂറും ചിരിയ. ഈ ചിരിക്കുന്നത് തന്നെ ഒരു സന്തോഷമാണ്. ചിലരെ തീരുമാനം എടുത്തിരിക്കുക, ചത്താലും ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല. അത് എനിക്ക് 8 ചേട്ടന്മാരുണ്ട്. 4ാമത്തെ ചേട്ടൻ ചിരിക്കത്തില്ല. ആന്റണി എന്ന പേര്. അപ്പൊ ഞാനിങ്ങനെ ചേച്ചിമാട് തമാശക്ക്, എനിക്ക് 8 ചേട്ടത്തിമാരുണ്ട്. ഞാനിങ്ങനെ നടക്കു പോയിരുന്ന തമാശക്ക് പറയും, അവർ ചിരിക്കും. ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും ചിരിച്ചു. ചേട്ടൻ എന്ത് ചെയ്തെന്നറിയാമോ? ചിരിക്കുന്നതിൻ്റെ നടുവിൽ എഴുന്നേറ്റങ്ങ് പോയി വഴക്കിട്ട്. എനിക്കാകെ വിഷമമായി. അയ്യോ, ഞാനോർത്ത് ദൈവമേ വേണ്ടായിരുന്നു, പറയണ്ടായിരുന്നു. ഞാനങ്ങനെ ഈ ചേട്ടൻ്റെ പുറകെ ചെന്നപ്പോൾ ഈ ചേട്ടൻ ബാത്റൂമിൻ്റെ സൈഡിൽ ചെന്ന് ഒറ്റയ്ക്ക് ഇന്ന് ചിരിച്ചിട്ട് ഡബിൾ മുണ്ട് ഉടുത്തിരിക്കുക. മുണ്ടെടുത്ത് കിറിയൊക്കെ തൂത്തിട്ട് രാമനോടോ, തനിക്ക് പ്രാന്താടോ? തനിക്കാണ് ഏറ്റവും വലിയ പ്രാന്ത്. കൂട്ടത്തിൽ ചിരിക്കാൻ പറ്റാത്ത തനിക്കാ പ്രാന്ത്. ചിലരിങ്ങനെയാ മസല് പിടിച്ചിരിക്കുക. കനശാലി ആയിരിക്കണം. എൻ്റെ ചുമ്മച്ച കനശാലിയൊന്നും വേണ്ട. കുഞ്ഞുങ്ങളോടൊപ്പം ചിരിക്കണം, കുഞ്ഞുങ്ങളോടൊപ്പം സന്തോഷിക്കണം. ഒരു ഹല്ലേലൂയ പറ. അതാ കുടുംബം എന്ന് പറയുന്നത്, അതാ സന്തോഷം എന്ന് പറയുന്നത്. ഞാൻ കനശാലിയ 24 മണിക്കൂറും കടലിൽ നിന്ന് കയറി വന്ന ഘോരമൃഗം പോലെ മസല് പിടിച്ചിരിക്കാതെ സന്തോഷിക്കണം, ചിരിക്കണം. ഇപ്പൊ കിട്ടിയ ദൂത, അതുകൊണ്ട് ഈ കേറ്റി പറഞ്ഞേ. അല്ലേ, ഒന്ന് ചിരിക്കുന്നേ, അതൊന്ന് ഏറങ്ങ് വിട്.
വീട്. നിന്റെ രണ്ടാമത്തെ വിളി നല്ല ഭടനാകാനാ വിളിച്ച. ഒരു ഹല്ലേലൂയ പറ. ഓക്കെ, ഞാൻ പറയാം. ഭടൻ ചെയ്യേണ്ട 3 കാര്യം ഒന്ന് കുറിച്ചു വെച്ചോ. ഒരു ഭടൻ ചെയ്യേണ്ട 3 കാര്യം. ഒന്ന്, എഫേസ്യർ 6:11, പിശാചിന്റെ തന്ത്രങ്ങളോട് പറ. ഒരു ഭടൻ ചെയ്യേണ്ടത് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കണം. വിട്ടുവീഴ്ച പാടില്ല. പിശാചിനോട് എന്ത് പാടില്ല? വിട്ടുവീഴ്ച പാടില്ല. ഒരു ആമേൻ പറ. മോശ വിട്ടുവീഴ്ച ചെയ്തില്ല. ഫറവോൻ 3 പ്രാവശ്യം വിട്ടുവീഴ്ച ചെയ്തു. എന്താ വിഷയം? ആരാധന. പൊക്കോ, നിങ്ങൾ സഹോദരന്മാർ പൊക്കോ. അവർ ആദ്യം പറഞ്ഞില്ല ഇവിടെ ആരാധിച്ചോ, പറ്റില്ല. രണ്ടാമത് സഹോദരന്മാർ പൊക്കോ, പറ്റില്ല. മൂന്നാമത് പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യും, കന്നുകാലിയല്ലേ ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾ പോയി ആരാധിക്കുക. അവസാനം മോശ പറഞ്ഞു ഒരു കുളമ്പ് പോലും മിസ്രയമിൽ. 3 പ്രാവശ്യം ഫറവോൻ വിട്ടുവീഴ്ച ചെയ്തിട്ടും അഭിഷേകമുള്ള മോശ വിട്ടുവീഴ്ച ചെയ്തില്ല. ഒരു ദൂത് ഞാൻ പറയാം, നീ പടയാളിയാണോ? ഒരൊറ്റ ദൂത് കേട്ടോ, വിട്ടുവീഴ്ച പിശാചിനോട് ചെയ്യരുത്. ഒരു ഹല്ലേലൂയ പറ. ഒരു വിട്ടുവീഴ്ച പിശാചുമായി നീ ചെയ്യരുത്. ഒരു കോംപ്രമൈസിന് പോവരുത്. ഒരു ദൈവവൈദ്യ ചെയ്യേണ്ടത് ശത്രുവോട് എതിർത്ത് നിൽക്കണം. എഫേസ്യർ 6:13. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാൻ. ഒരു രണ്ടാമത്തെ ഒരു ദൈവവൈദ്യ നല്ല ഭടൻ. 1, എതിർത്ത് നിൽക്കണം. 2, ഉറച്ചു നിൽക്കണം. ഒരാമൻ പറഞ്ഞേ, എങ്ങനെ നിൽക്കണം? ഇനി 2 പേരോട് പറ, ഉറച്ചു നിൽക്കണം. ഈ പ്രശ്നം വരുമ്പോ ആടിക്കളിക്കരുത്. പ്രതിസന്ധി വരുമ്പോ ആടിക്കളിക്കരുത്. എന്ത് തലക്ക് മീതെ ഇടിവെട്ടി വന്നാലും ഉറച്ചു നിന്നേക്കണം. അതുകൊണ്ട് ദാവീദ് പറഞ്ഞത്, പർവ്വതങ്ങൾ കുലുങ്ങട്ടെ, അത് സമുദ്രമധ്യ വീഴട്ടെ, അതിന്റെ കോപം കൊണ്ട് കടൽ എരച്ച് കേറട്ടെ, പക്ഷെ ദാവീദ് പറഞ്ഞു എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. ഉറച്ചു നിൽക്കണം. നമ്പർ 3, ഒരു ഭടൻ ചെയ്യേണ്ട 3ാമത്തെ കാര്യം എഫേസ്യർ 6:16, എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ എടുക്കാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കണം. 1, ഉറച്ചു നിൽക്കണം. 2, എതിർത്ത് നിൽക്കണം. 3, പരിചയം എടുത്തുകൊണ്ട് നിൽക്കണം. ആയുധം കൈ വേണം. സ്വതന്ത്രം. ഇതാണ് ഭടന്റെ ഉത്തരവാദിത്വം. നമ്പർ 3, ഇനി ഞാൻ സമയമായതുകൊണ്ട് 5 മിനിറ്റ് കൂടി ഉണ്ട്. ആ മിനിറ്റിനകത്ത് എൻ്റെ ദൂത് പറഞ്ഞ് നമ്മളൊന്ന് ആരാധിക്കാൻ പോവുകയാണ്. സന്തോഷമാണോ? സന്തോഷമാണ്. ഒരു ഭയങ്കര ആത്മപകർച്ച ഇന്ന് രാത്രി ഇതിനകത്ത് നടക്കും. ഇതിനകത്തിരിക്കുന്ന ചില കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി പ്രവചനാത്മാവിന്നറിയാൻ പോകുക. ചില കുഞ്ഞുങ്ങൾ വെളിപ്പാടിനെന്നറിയാൻ പോകുക. ചില ദൈവദാസന്മാരുടെ ശുശ്രൂഷയിൽ മൂർച്ച കൂട്ടാൻ പോകുക. വചന ശുശ്രൂഷയിൽ മൂർച്ച കൂട്ടാൻ പോകുക. പ്രവചനത്താൽ ദൈവം മൂർച്ച കൂട്ടാൻ പോകുക. 2, ആമേൻ നല്ല ഭടൻ. 3, 2-ാമധ്യായം 5-ാമത്തെ വാക്യം. ഒരുത്തൻ മല്ല് കെട്ടിയാൽ ചട്ടപ്രകാരം പോരായ്കയിൽ കിരീടം പ്രാപിക്കയില്ല. മക്കളെ, നമ്പർ 3, നമ്മളെ 3ാമത്തെ ക്രിസ്ത്യൻ കോളിങ് മല്ല് കെട്ടാനാണ് ദൈവം വിളിച്ചത്. അച്ഛാ, എന്നെ ഈ മല്ല് കെട്ടുക എന്ന് പറയുന്നത്, മല്ല് കെട്ടുക എന്ന് പറഞ്ഞാൽ റെസ്ലിംഗ് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. റെസ്ലിംഗിന് പറയുന്ന പേരാ മല്ല് കെട്ടുക. മല്ല് കെട്ടുക. റെസ്ലിംഗിന് 2 പേരെ കാണൂ. ഒരുത്തനോടൊരുത്തൻ മല്ല് കെട്ടണം എന്ന് വെച്ചാൽ ഒറ്റക്ക് നിന്ന് പോരാടണം. പടയാളിക്ക് കൂട്ടുപടയാളി കാണും, പക്ഷെ മല്ല് കെട്ടുന്നവന് ആരും കൂടെ കാണത്തില്ല. ഒന്ന് പറയാം, ചിലയിടത്ത് നീ ഒറ്റക്ക് നിൽക്കാനാ ദൈവം വിളിച്ചത്. വിശ്വാസത്തിന് വേണ്ടി ഒറ്റക്ക് നിൽക്കാൻ, വിശ്വാസ പ്രമാണത്തിന് വേണ്ടി ഒറ്റക്ക് നിൽക്കാൻ. 3ാമത്തെ കോളിങ് മറക്കരുത്. യാക്കോബ് യാബോക്ക് കടവിൽ നിന്നതുപോലെ, ദാവീദ് ഏലാം താഴ്വരയിൽ നിന്നതുപോലെ, പൗലോസ് എഫെസോസ് പട്ടണത്തിൽ നിന്നതുപോലെ, യേശു തമ്പുരാൻ ഗൊൽഗോത്തയിൽ ഒറ്റക്ക് നിന്നതുപോലെ, ചില സ്ഥലത്ത് തനിച്ച് നിൽക്കാനാ ദൈവം നിന്നെ വിളിച്ചത്. ഉറക്കെ ഒരു ഹല്ലേലൂയ പറ. ഒറ്റക്ക് നിൽക്കേണ്ടി വന്നാലും ഞാൻ പിന്മാറുകയില്ല. എനിക്ക് ഒത്തിരി പറയാനുണ്ട്, പക്ഷെ ഒറ്റ ദൂത്, ചിലയിടത്ത് ഒറ്റക്ക് നിൽക്കാനാ വിളിച്ചേ, പക്ഷെ ഏകനായി മഹാത്ഭുതം ചെയ്യുന്ന ദൈവം നിന്റെ കൂടെ നിൽക്കും. ഒരു ഹല്ലേലൂയ പറ. ഒറ്റക്ക് നിൽക്കാനാച്ചാ വിളിച്ചേ, തനിച്ച് നിൽക്കേണ്ടി വരും, പക്ഷെ തമ്പുരാൻ കൈവിടില്ല.
എൻ്റെ സ്നാനം രാത്രി 1:30 മണിക്ക്. രാത്രി 1 മണിക്ക് സ്നാനപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ലല്ലേ. പകല് സ്നാനപ്പെടാൻ സ്നാനക്കടവിൽ വെള്ളമൊക്കെ നിറച്ച് ചിങ്ങവനത്തന്ന് ടിയങ്കുരുള പാസ്റ്റർ സ്നാനപ്പെടാൻ വന്നപ്പോൾ എൻ്റെ ചേട്ടന്മാരെല്ലാം കൂടി എൻ്റെ പാസ്റ്റർ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ അനിയനെ പെന്തക്കോസ്തിൽ കൊണ്ട് മുക്കിയാൻ നിന്നെ തട്ടിക്കളയെന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ അനിയനെ ഞങ്ങൾക്ക് വേണ്ട. സ്നാനപ്പെടുത്താൻ വന്ന ടിയങ്കുരുള പാസ്റ്റർ അതേ വണ്ടിയിലോട്ട് തിരിച്ചു കയറ്റിയിട്ട് ഓടിച്ചു ചിങ്ങവനത്തേക്ക്. എൻ്റെ സ്നാനത്തെ എൻ്റെ ചേട്ടന്മാർ വിലക്കി. സ്നാനപ്പെടാൻ വെച്ച വാട്ടർ ടാങ്ക് അവർ തല്ലി ഒടിച്ചു കളഞ്ഞു. അതിൻ്റെ ടാപ്പും പൈപ്പും പൊട്ടിച്ചു കളഞ്ഞു. വേണ്ട, ഒരുമിച്ചിരുന്ന് ഒരു ചാപ്പിലിരുന്ന് കുടിച്ച ഞങ്ങൾ, വീട്ടിനകത്തിരുന്ന് ഒരുമിച്ച് കുപ്പി പൊട്ടിച്ചടിച്ച ഞാൻ, രക്ഷിക്കപ്പെട്ടപ്പോൾ അവർ എനിക്കെതിരായി പറഞ്ഞു, ഇവൻ മുങ്ങാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. അവസാനം മൽപ്പിടുത്തമായി. ഒരുത്തൻ എന്നെ കയറി വാക്കത്തിക്ക് വെട്ടി. വർഷങ്ങളിൽ വീട്ടിനകത്തിരുന്ന് ആയുധമെടുത്ത് ഞാനും വെട്ടി. ഒരെണ്ണം എൻ്റെ മുതുകത്തിട്ട് കൊണ്ടു. കൈ കിട്ടിയത് കൊണ്ട് ഞാനും വെട്ടി. സംഘർഷഭരിതമായി. ഇത് കണ്ട് എൻ്റെ അമ്മ ഓടി വന്നു. അമ്മയെ തൊഴിച്ചവന്മാർ താഴെ ഇട്ടു. അയൽവക്കക്കാരൻ അമ്മയെടുത്ത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു. ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇനി സ്നാനപ്പെടുന്നില്ല. നന്നാകാൻ വിചാരിച്ചിട്ട് ഇവന്മാരും നന്നാകാൻ അനുവദിക്കത്തില്ല. തീർക്കാമെന്ന് കരുതി തട്ടിൻ്റെ മണ്ട കൊണ്ടുപോയിട്ട് പഴയ ടൂൾസ് പൊടി തട്ടിയെടുത്തിട്ട് അടുത്ത ദിവസത്തിന് വേണ്ടി കാത്തിരുന്നു. പക്ഷെ എൻ്റെ ദൈവദാസൻ എന്നെ വിട്ടില്ല. അന്ന് രാത്രി തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വാതിലടച്ച് എന്നെ മുറിക്കകത്തിരുത്തിയിട്ട് വചനം പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, പാസ് എന്തൊക്കെ പറഞ്ഞാലും ഇനി ഞാൻ സ്നാനപ്പെടില്ല. എന്നെ തല്ലിയവനെ തല്ലാതെ, എനിക്കെതിരെ ആയുധമെടുത്തവൻ്റെ നേരെ ആയുധമെടുക്കാതെ ഞാൻ ഇനി മുങ്ങത്തില്ല. പക്ഷേ രാത്രി 12 മണിയായപ്പോൾ ആത്മാവെന്നോട് ഇടപെടാൻ തുടങ്ങി. ഞാൻ വാവിട്ട് കരയാൻ തുടങ്ങി. ദൈവദാസനോട് പറഞ്ഞു, ഇന്ന് രാത്രി നീ സ്നാനപ്പെട്ടേ പറ്റൂ. എൻ്റെ ദൈവദാസന് ഓർഡിനേഷൻ ഇല്ല സ്നാനപ്പെടുത്താൻ. ഹെർക്കുലീസിന്റെ സൈക്കിളെ കയറ്റി അവിടുന്ന് 12 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി ചെല്ലാനം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. അന്ന് ആ പട്ടണത്തിൽ സുവിശേഷ വേല ചെയ്യുന്ന ഒരു ദൈവദാസനുണ്ട്, റാന്നിക്കാരൻ കുക്ക് ജോണി പാസ് എന്ന് പറയും. ഇപ്പൊ നിത്യതയില കുക്ക് ജോണി പാസ്. ആ ജോണി പാസിന്റെ കഥകെ തട്ടി. രാത്രി 12:45 എഴുന്നേറ്റ് വന്നു. എന്താന്ന് ചോദിച്ചു. ദൈവദാസനെ, ഒരാളെ സ്നാനപ്പെടുത്തണം. പുള്ളിയാഴ്ച 1 മണി രാത്രിയോ. ആരാ വ്യക്തി? എന്നെ കാണിച്ചു. എന്നോട് ചോദിച്ചു, ഇവൻ എന്തെങ്കിലും മാരകമായ അസുഖമുണ്ടോ? നേരം വെളുക്കുമ്പോൾ ഇവൻ ചത്തുപോകുമോ? എന്താ നേരം വെളുക്കുന്നതിന് മുമ്പ് സ്നാനപ്പെടുത്താത്തേ? ജോഷി പാസ്റ്റർ പറഞ്ഞു, ഇപ്പം മുക്കിയാ കിട്ടും. നാളെ മുക്കി, ഇന്ന് മുക്കിയില്ലെങ്കിൽ നാളെ സെൻട്രൽ ജയിലിൽ കണ്ടാൽ മതി. ആയുധം അവൻ്റെ കയ്യിൽ വെച്ചേക്കുക. പക്ഷെ അന്ന് രാത്രി വെള്ളമില്ലാത്ത ഉണങ്ങി വരണ്ട പാടത്ത് എന്നെ കിടത്തി ഇരുത്തിയിട്ട് സ്നാനപ്പെടുത്തി. വെള്ളത്തിൽ നിന്ന് മുങ്ങിപ്പൊങ്ങുന്നത് പഴയ പിച്ചുവായിട്ടല്ല, പുതിയ മനുഷ്യനായിട്ട. രാത്രി 1 മണിക്കായി എൻ്റെ സ്നാനം. അന്ന് അഭിഷിക്തൻ പറഞ്ഞു, നീ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. പിടിച്ചു നിന്നോ, അവരെ മുക്കാൻ ദൈവം നിന്റെ മേൽ കൃപ പകരും. ഇന്നിവിടെ നിൽക്കുന്നത്, വില കൊടുത്താ നിൽക്കുന്നത്. ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ! നിന്റെ വിളി എന്നാന്നറിയാമോ? അഭിഷിക്തനെ ചിലരത്ത് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും പിന്മാറരുത്. നിന്റെ വിളി പട ചേർത്തവനെ പ്രസാദിപ്പിക്കാൻ. ഓക്കെ, 2:6 അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യ ഫലം അനുഭവിക്കുന്നത്. മതി മോനെ. 4 ക്രിസ്ത്യൻ കോളിങ്. ഇതിനകത്ത് മടിയന്മാരെ വേണ്ട. ഇനി അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. മടിയനാണോ മടിച്ചിയാണോ? ഇതിനകത്ത് ആരെ വേണ്ട? പറ. മടിയന് വേണ്ട. ഇത് മടിയനെ ആവശ്യമില്ലെന്ന്. അതെ, ഞാൻ എല്ലാ രാത്രി ഈ കൊണ്ടുപോകുന്ന വാഹനം വീട്ടിൽ ചെന്ന്, വീട്ടിൽ എത്തുമ്പോൾ ഒരു വെളുപ്പിനൊക്കെ ആവും. വീട്ടിൽ വന്ന് രാത്രി തന്നെ വണ്ടി കഴുകി, വണ്ടി വാക്യൂം ചെയ്ത് ഞാൻ പോർച്ച് കയറ്റിയിടും. എന്നിട്ട് ഞാൻ ആഹാരം കഴിക്കും. കാരണം എനിക്ക് രാവിലെ മീറ്റിങ്ങിന് പോകുമ്പോൾ എൻ്റെ വണ്ടി നല്ല മിടുക്കനായിരിക്കണം. ഒരു അല്ലെന്ന് പറഞ്ഞു, അതിനകത്ത് പൊടി പാടില്ല, അതിനകത്ത് അഴുക്ക് പാടില്ല. എത്ര രാത്രിയാണെങ്കിലും ഓടിച്ചെന്ന് വാഹനം കഴുകാതെ ഞാൻ കിടക്കത്തില്ല.
ചിലരുടെയൊക്കെ വണ്ടിക്കകത്തോട്ട് കയറിയാലേ 1 വർഷത്തെ പൊടിയും കാവട്ടം വറുത്തതും ചിപ്സും എല്ലാം അതിനകത്തുണ്ട്. എങ്ങനെ ജീവിക്കുന്നെന്നറിയത്തില്ല. ഒരല്ലേ എന്ന് പറഞ്ഞ് ആരും ആന്റിമാര് പറയുന്നത് ശരിക്ക് കേൾക്കട്ടെന്നല്ലേ. അധ്വാനിക്കുന്നവന് മതിയെന്ന് ഇതിനകത്ത്, മടിയനെ വേണ്ട. ഒരല്ലേ ചിലർക്ക് വന്നിട്ടുണ്ടല്ലോ വെച്ചാ ഈ സോക്സ് ഒക്കെ ഇട്ടിട്ട് കഴുകത്തുമില്ല, വെള്ളത്തിൽ നാട്ടിക്ക് നനക്കത്തുമില്ല, കൊണ്ടുവന്നിട്ട് കാലിനിട്ട് വെച്ച ഒരു ആട്ടുണ്ട് ഇങ്ങനെ. ഞാൻ വള്ളിച്ചൂളിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്, കാലിട്ടടിക്കും ഞാൻ. ഒരാഴ്ച ആ സോക്സ് ഇട്ടിട്ട് അത് ഊരത്തുമില്ല കഴുകത്തുമില്ല, കൊണ്ടുവന്ന് കാലിൽ നീട്ടി വെച്ച ഒരു ആട്ടുണ്ട്. ഒരല്ലേ എന്ന് പറഞ്ഞു. ഇനി ആ ഇട്ടിരിക്കുന്ന ഷൂ ഉണ്ടല്ലോ, ആ ഷൂ വെള്ളം കണ്ടിട്ടും പോളിഷ് കണ്ടിട്ടും 1000 വർഷമായി. ഒരു സോദരൻ പറഞ്ഞേ മടിയാന്നേ, മടിയാ. കഴിഞ്ഞ ദിവസം ഒരാൾക്കൊരു ജോലി കൊടുക്കാൻ ഞാൻ പറഞ്ഞു. ജോലി, ശമ്പളം 3 ലക്ഷം. പോണോ? 3 ലക്ഷം. ജോലി എന്നാന്നറിയോ? അച്ഛാ ഒന്നും ചെയ്യണ്ട, അവിടെ ഒരു ബെഡുണ്ട്, ചെന്ന് കിടന്നിട്ട് രാവിലെ പോന്നാ മതി. 3 ലക്ഷം രൂപ. അപ്പൊ ഞാൻ ഒരുത്തനോട് പറഞ്ഞടാ നീ ആ ജോലി എടുക്ക്. അപ്പൊ അവൻ പറഞ്ഞു എനിക്കൊക്കത്തില്ല. എന്നാ പറ്റി? ഞാൻ കിടക്കുന്നതെന്ന് എഴുന്നേക്കാൻ എനിക്ക് മടിയാന്ന്. അവന് കൊടുക്കാൻ പോയി ജോലി എന്നാ? ജോലി എന്താ? ചുമ്മാ കിടന്ന 3 ലക്ഷം. പോകാൻ പറഞ്ഞപ്പോൾ എന്നോട് പറയാ എനിക്ക് വേണ്ടച്ചാ. എന്നാ പറ്റി? ഇപ്പൊ കിടക്കുന്നിടത്ത് എഴുന്നേക്കാൻ വയ്യ. ഒരു ദിവസം രാത്രി ഉണ്ടല്ലോ, എൻ്റെ വീടിന്റെ 2nd ഫ്ലോറിൽ ഭയങ്കര വിളി, മമ്മി. ഞാൻ ഓടിച്ചെന്ന് വാടി അവിടെ ചെന്ന് സ്റ്റെപ്പൊക്കെ എങ്ങനെ കയറിയെന്ന് എനിക്കറിയില്ല. പൊക്കത്തി എന്നപ്പോ ഇളയവൻ കട്ടിലേക്ക് കിടക്കുക. എന്നാടാ? ആ ഫാനൊന്ന് ഓഫ് ചെയ്തേ. ഞാൻ ചെയ്ത് എന്താണെന്നറിയാമോ? അറിയാമോ? പറഞ്ഞുതരാം. ഇങ്ങനെ കിടക്കുകയാണ്, കാലെ പിടിച്ച് വലിച്ച് താഴെ ഇട്ടു. അവിടെ കിട. ഒരല്ലലും എന്ന് പറഞ്ഞ് പെന്തക്കോസ്തിലും മടിയനെ വേണ്ട. ഉത്സാഹിയുടെ കൈ സമ്പത്ത് വർദ്ധിപ്പിക്കും. ഉത്സാഹിയുടെ കൈ സമ്പത്ത് വർദ്ധിപ്പിക്കും. ആരെങ്കിലും അനുഗ്രഹിക്കപ്പെട്ടത് കണ്ട് നീ അസൂയപ്പെടണ്ട. അവൻ അനുഗ്രഹിക്കപ്പെട്ടത് അവൻ അധ്വാനിച്ചിട്ട് അവൻ ഇവിടം വരെ എത്തിയത് വില മുടക്കിയിട്ട് അവൻ ഇവിടം വരെ വന്നു ചേർന്നത് വില മുടക്കിയത്. അത് കണ്ട് അസൂയപ്പെടണ്ട, നീ ഉത്സാഹിയാക. ഒരല്ലേ പറ. ഇവിടെ പണി എടുക്കത്തുമില്ല, മറ്റുള്ളവൻ അനുഗ്രഹിക്കപ്പെടുന്നത് ഭയങ്കര അസൂയ. ഇതുപോലെ ഒരു അസൂയുള്ള ആൾക്കാരെ പെന്തക്കോസ്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞങ്ങളുടെ കത്തോലിക്കതില്ല. ഞങ്ങളുടെ അച്ഛൻ BMW മേടിച്ചാലും ഞങ്ങളുടെ ആൾക്കാർക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ? നമ്മുടെ പാസ്റ്റർ ഒരു മാരുതി 800 മേടിച്ചാൽ മതി, പിന്നെ കൈ തരത്തില്ല. ഇവിടെ അങ്ങനെയല്ല. ഞാൻ ഞങ്ങളുടെ കൊച്ചിയിലെ കാര്യം പറഞ്ഞേ. ഒരു ആമേൻ എന്ന് പറഞ്ഞേ. ഉത്സാഹിയുടെ കൈ. ഓ സമയം പോകുന്നു മോനെ. 5 ക്രിസ്ത്യൻ കോളിംഗ് 5 2 തിമോഥെയോസ് 2:15 സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. നല്ല വേലക്കാരൻ ആരാണ്? ദൈവം നമ്മെ വിളിച്ചത് നല്ല വേലക്കാരനാകാനാ. ഒരു ആമേൻ എന്ന് പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറ. ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഈ 10-ാം തീയതി മാത്രം ശമ്പളം കിട്ടുന്ന ദിവസം ചില പാസ്റ്റർമാർ ചില വീട്ടിൽ വന്നിട്ട് ഒരു വിളിയുണ്ട്, അമ്മാമ്മേ അച്ചായോ, ചുമ്മാ വിളിച്ചു കയറി വരും. ഇനി അതിനേക്കെ രസം എന്നു ഇത് ലൈവിൽ ആരും കേൾക്കുന്നെങ്കിൽ കേട്ടോ. ഈ പാസ്റ്റർമാര് ചിലര് നേരെ കയറി അടുക്കളയിട്ട് പോവച്ചാ. അടുക്കളയിൽ ചെന്ന് ചട്ടി പൊക്കി നോക്കും, കറിച്ചട്ടി പൊക്കി നോക്കും. അയ്യോ അമ്മാമ്മ ഇന്ന് കപ്പക്ക് എന്നാ കറി? നിന്നെ വിളിച്ചത് നല്ല വേലക്കാരനാകാനാണ്. ഈ വില കുറഞ്ഞ പരിപാടിക്ക് നിൽക്കരുത്. ഒരു സ്വത്രം ചെയ്തേ. ആമേൻ. ഞാനും എൻ്റെ ഭാര്യയും കൂടി വിസിറ്റിങ്ങിന് പോയാൽ അവരുടെ വിസിറ്റിംഗ് ഹാളിലിരിക്കും. അവിടെ കിച്ചനകത്തോട്ട് കയറത്തില്ല, അവിടെ ബെഡ്റൂമിൽ കയറത്തില്ല. ഇനി വേറൊരു അസുഖമുണ്ട് ചിലർക്ക്. ഏത് വീട്ടിൽ ചെന്നാലും എന്ത് കണ്ടാലും എല്ലാറ്റിനും വില ചോദിക്കും. അച്ഛാ ഇതിനെന്നാ വില?
അച്ഛാ ഇതിനെന്നാ വില? ഇട്ടിരിക്കുന്ന തുണിക്ക് വരെ വില ചോദിക്കും. ഇത്രയും നാണം കെട്ട പരിപാടി ഒരല്ലയോ ചെയ്യരുത്. നല്ല വേലക്കാരനാകാം. ഒരു സ്വത്രം പറ, ഒരാമൻ പറ. അത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ മീറ്റിംഗ് കഴിഞ്ഞ് പോയാ ചങ്ങനാശ്ശേരി ഒരു ഹോട്ടലിൽ കയറി. ശരിക്കടിച്ചെന്ന് വെച്ചാൽ നല്ല വിശപ്പായിരുന്നു. ഇറച്ചിയും പൊറോട്ടയും ഒക്കെ അടിച്ചു. കഴിഞ്ഞിട്ട് ഞാൻ ഈ പൈസ കൊടുക്കാൻ വേണ്ടി വന്നപ്പോഴേ ആ കടക്കാരൻ എന്നോട് പറയുക, പാസ്റ്റർ അല്ലേ? ഞാൻ പറഞ്ഞതെ കാശ് വേണ്ട. ഞാൻ തിന്നതിൻ്റെ കാശ് വേണ്ടെന്ന്. എന്നെ എങ്ങനെ പരിചയമുണ്ട്? പാസ്റ്ററിന്റെ പ്രസംഗം ഞാൻ യൂട്യൂബിൽ കേൾക്കാറുണ്ടെന്ന്. ഒരല്ലല്ലോ എന്ന് പറഞ്ഞു. എനിക്ക് ഇഷ്ടമാണ് നമ്മൾ നിൽക്കേണ്ട വിളി മനസ്സിലാക്കുക. നല്ല വേലക്കാരനാകാൻ ഒരു ഹല്ലേലൂയ പറ. ഒരു പണിയും വേലയില്ലാതെ വണ്ടിയുമെടുത്ത് തേരാപ്പാരം നടക്കരുത്. ആ സമയം കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചേക്കണോ. അവിടത്തെ കാണരുത്, അവിടത്തെ കലിങ്ക കാണരുത്, അവിടത്തെ വീട്ടിനകത്ത് കാണരുത്. നമ്മുടെ വിളി ചെറുതല്ല, നല്ല വേലക്കാരനാകാൻ. ഓക്കെ, വിട്ടേര്. 2:21 ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധന് ഉടമസ്ഥനും ഉപയോഗിപ്പവുമായി നല്ല വേലക്കൊക്കെ മുഴുകിയിരിക്കുന്ന മാനപാത്രം. അഭിഷിക്തനെ 2 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ദൈവം നമ്മെ വിളിച്ചത് മാനപാത്രമാകാനാ. സന്തോഷമുണ്ടോ? ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ ആലയത്തിനകത്തിരിക്കുന്ന ദൈവജനത്തോട് പറയട്ടെ, ദൈവം നമ്മെ വിളിച്ചത് മാനപാത്രമാകാനാ. ഒരിടത്തും ഹീനപാത്രമാകരുത്. ഒരു ഫേസ്ബുക്കിലൂടെയും ഒരു യൂട്യൂബിലൂടെയും ഒരു ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒരു ദൈവദാസൻ പോലും ഹീനപാത്രമാകരുത്. ദൈവഹിതമല്ലാത്ത ഒരു പരിപാടിക്ക് നിൽക്കരുത്. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി പറയണമെന്നുണ്ട്, പക്ഷെ ലൈവ് ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഹീനപാത്രമാവരുത്. അഭിഷിക്തന്മാരെ, സിംസോനെ നാസീറായി വിളിച്ചത് മാനപാത്രമായ. മക്കളെ ഒന്ന് ശ്രദ്ധിക്കണേ. ദലീലയുടെ മടിയിൽ കിടന്നുറങ്ങി അവൻ ഹീനപാത്രമായി. ഗസയിൽ കണ്ണുകുത്തി പൊട്ടിച്ചെടുത്തു. പുതിയ നിയമത്തിൽ മേശയിങ്കൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത പീലിപ്പോസ് എത്യോപ്യയിലെ ഫൈൻ ആർട്സ് മിനിസ്ട്രെ സ്നാനപ്പെടുത്തിയ അതേ ഗസയിൽ മാനപാത്രമായി. ഒരുത്തൻ ഹീനപാത്രമായെടുത്ത് ദൈവം നിന്നെ മാനപാത്രമാകാൻ വിളിച്ചതാ. ഒരാമയും പറയാൻ പറ്റുമോ? മാനപാത്രമാകാനാ വിളിച്ചേ. ഞാനൊരു ഒറ്റ കാര്യം കൊണ്ട് പറഞ്ഞോട്ടെ പാസ്റ്റേ, ഇത് പറയാൻ ഒരു പ്രേരണ കിട്ടുന്നതുകൊണ്ടാണ്. ശ്രദ്ധിച്ചേ, എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചത് വാഗ്ദത്തത്തിന്റെ 1 നിന്നും 100 തികക്കാനാ. എന്താ പറഞ്ഞേ? വാഗ്ദത്തത്തിന്റെ 100 തികക്കാനാ. എന്തോ കർത്താവിനോട് പറയാൻ പറയുന്നു, അതുകൊണ്ടാ. പക്ഷേ വാഗ്ദത്തം പ്രാപിച്ച അഭിഷിക്തന്മാർ 1 നിന്നും വാഗ്ദത്തം നിവർത്തിയുടെ 100 യാത്ര ചെയ്ത 2-3 പേരെ പരിചയപ്പെടുത്തി തരാം. ഒരിക്കൽ ദാവീദിനോട് ദൈവം പറഞ്ഞു, ദാവീദേ, നിന്റെ തലമുറ നിത്യ രാജസിംഹാസനം അവകാശമാക്കും. തലമുറ ഈ സിംഹാസനം ഞാൻ നിനക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്നു. വാഗ്ദത്തം കേട്ട ദാവീദ് 1 നിന്നും 100 യാത്രയായി. 55-ലെത്തിയപ്പോൾ ഇതാ ഒരു ബർശേബ വാഗ്ദത്തത്തെ ഉടക്കേണ്ടതിന് ദാവീദിന്റെ ജീവിതത്തിലോട്ട് കയറി. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഊരിന്റെ പ്രദേശത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാർക്ക ദേശത്തേക്ക് കൊണ്ടുപോകും, ഞാൻ നിന്നെ വലിയവനാക്കും. വാഗ്ദത്തം തലക്ക് ചുമ്മിക്കൊണ്ട് യാത്രയായി അബ്രഹാം 1 നിന്നും യാത്ര തുടങ്ങി. 65-ലെത്തിയപ്പോൾ ഒരു ഹാഗാരുടെ കോട്ട് കയറി. ഒരു സിംസോൻ ജന്മനാൽ ആമൻ വാഗ്ദത്തം പേറിക്കൊണ്ട് മുന്നോട്ട് വന്ന് ഒരു 60-70-ലെത്തിയപ്പോൾ ഒരു ദലീല കയറി. പക്ഷെ ഇവിടെ ഒരു ദൂതുണ്ട്. എടാ സിംസോനെ, നീ ആ 100 തികച്ചിരുന്നെങ്കിൽ നിന്നിൽ വെളിപ്പെടാനുള്ള അഭിഷേകം എന്നാന്ന് നിനക്കറിയാമോ? അറിയാമോ? ഞാൻ ഒരിക്കല് സിംസോനെ ബന്ധിച്ചതുപോലുള്ള ഒരു ക്ഷേത്രം കണ്ടു ഒരു രാജ്യത്ത്. എൻ്റെ കൈയുടെ നീളത്തിൽ 5 പേര് പിടിച്ചാൽ ഒതുങ്ങാത്തതുപോലത്തെ ഫില്ലറ സിംസോനെ കെട്ടിയ തൂണ്. ആ ക്ഷേത്രത്തിൽ അതുപോലെ 100-ലധികം തൂണുകളുണ്ട്. 2 കൈയും തൂണിനോട് ചേർത്ത് കെട്ടി
തമ്പുരാനോട് പറഞ്ഞു, തമ്പുരാനെ ഒരൊറ്റ പ്രാവശ്യം കൂടി ആ ശക്തി എൻ്റെ മേൽ പകരണം. എടാ, നീ 100 തികച്ചിരുന്നെങ്കിൽ നിന്നിൽ വെളിപ്പെടാനുള്ള ആ ശക്തി മുഴുവൻ ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്താൻ പോകുക. ആ തൂണ് കെട്ടിയത് പതുക്കെ പിടിച്ചടിപ്പിച്ചപ്പോൾ ആ 2 തൂണും അടുത്തു. 100 കണക്കിന് തൂണുകൾ തകർന്ന് അവന്റെ ജീവകാലത്ത് കൊന്നതിനേക്കാൾ അവന്റെ മരണസമയത്ത് കൊന്നു അഭിഷിക്തനെ. ഇതായിരുന്നു അവന്റെ ശുശ്രൂഷയുടെ അവസാനം വെളിപ്പെടേണ്ടത്. ഇതറിയാവുന്ന പിശാച് അവന്റെ നടുവിൽ വെച്ച് തകർത്തു കളഞ്ഞു. അഭിഷിക്തന്മാരെ, നിന്റെ അഭിഷേകത്തെ പിശാച് തകർക്കരുത്. ഓ മക്കളെ, കെയർഫുൾ ആയിരിക്കുക, സൂക്ഷിക്കുക. എനിക്ക് 54 വയസ്സുണ്ട്. 54 വയസ്സിലോട്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ 54 വയസ്സിൽ നിന്നതല്ല, ദൈവം നിർത്തിയതാണ്. അതുകൊണ്ട് തമ്പുരാനെ സാക്ഷിയാക്കി പറയട്ടെ, വീണു പോവരുത്, വാഗ്ദത്തം ഉടച്ചു കളയരുത്. ലാസ്റ്റ് ഒരാൾ കൂടി പറഞ്ഞില്ലെങ്കിൽ ദൂഷ്യമാ. ജോസഫ് 17ാമത്തെ വയസ്സിൽ വാഗ്ദത്തം അകത്ത് കയറി. ഇതാ വാഗ്ദത്തത്തിന്റെ 100-ലോട്ട് കയറിയപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ വന്നതുപോലെ, ദാവീദിന്റെ ജീവിതത്തിൽ വന്നതുപോലെ, ശിംശോന്റെ ജീവിതത്തിൽ വന്നതുപോലെ, ഇതാ പോത്തിഫറിന്റെ ഭാര്യ ജോസഫിന്റെ ജീവിതത്തിൽ കയറി. പക്ഷേ മക്കളെ, ഒന്ന് ശ്രദ്ധിക്കേ. ജോസഫേ ആ പോടിയെ പിടിച്ചിട്ട് പറഞ്ഞു, എടി പെണ്ണെ, നിന്റെ കളി എൻ്റെ അടുത്ത് നടക്കില്ല. എൻ്റെ വാഗ്ദത്തം ഈ ജഡത്തിനകത്തല്ല, അസ്ഥിക്കകത്തോട്ട് കയറിയത്. ദൂത് മനസ്സിലായോ? ജഡത്തിൽ നിനക്കെന്നെ വീഴ്ത്താൻ കഴിയത്തില്ല. ജഡത്തിന്റെ രാഗമോഹങ്ങളെ ഞാൻ ക്രൂശിച്ചിരിക്കുക. ഒരിക്കലും ഒരു ജഡത്തിന് എന്നെ കീഴ്പ്പെടുത്താൻ കഴിയത്തില്ല. ഒരു ജഡീക ശക്തിക്ക് എന്നെ ചോർത്താൻ കഴിയത്തില്ല. എടി പെണ്ണെ, എടി, എന്റെ വാഗ്ദത്തം കയറിയത് എന്റെ മാംസത്തിലല്ലടി, എന്റെ അസ്ഥിക്കകത്തോട്ടാ. അച്ഛാ, ചെങ്കടൽ കടക്കുമ്പോ ഒരു അപ്പച്ചന്റെ കയ്യിൽ ഒരു പെട്ടി ഇരിക്കുക. ഒരു കൊച്ചൻ ചോദിച്ചു, എന്നാ അപ്പച്ച ഈ പെട്ടി? അപ്പച്ചൻ പറഞ്ഞു, 100 തികച്ചവന്റെ ആസ്തിയാടാ. 100 തികച്ചവന്റെ ആസ്തി ഒന്നും ഇവിടെ ഇട്ടേക്കത്തില്ല, അത് അക്കരെ നാട്ടി പോകും. ദൂത് മനസ്സിലായെങ്കിൽ ആ മെമ്പറ വിശുദ്ധിക്ക് വേണ്ടി, ദൈവകൃപയ്ക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി നിലനിൽക്കുന്ന അഭിഷിക്തനെ നിന്നെ ഇവിടെ ദൈവം ഇട്ടേക്കത്തില്ല. അവൻ ജോസഫിന്റെ അസ്ഥിയും കൊണ്ട് അക്കരെ കടന്നതുപോലെ ദൈവം നിന്നെ അക്കരെ എത്തിച്ചിരിക്കും. ആറാമത്തെ ക്രിസ്ത്യൻ കോളിങ് മാനപാത്രമാകാൻ. സോറി, 7ാമത്തത് 24:24. കർത്താവിന്റെ ദാസൻ. മതി ദ സർവന്റ് ഓഫ് ലോർഡ്. കർത്താവിന്റെ ദാസൻ. ദൈവം നമ്മെ വിളിച്ചത് ദൈവദാസൻ, ദൈവദാസി എന്ന പേരിന് അർഹമാണ്. ഞാൻ നിർത്തുന്നതിന് മുമ്പ് നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, തുടങ്ങിയത് എവിടെയാ? 1ാമത്തെ കോളിംഗ് എന്നാ? എല്ലാരും പറ. മകൻ വളർന്ന് പടനാകണം. പടൻ വളർന്ന് മല്ല് കെട്ടുന്നവനാകണം. മല്ല് കെട്ടുന്നവൻ നല്ല കൃഷിക്കാരനാകണം. നല്ല കൃഷിക്കാരൻ നല്ല വേലക്കാരനാകണം. നല്ല വേലക്കാരൻ മാനപാത്രമാകണം. മാനപാത്രമം കർത്താവിൻ്റെ ദാസനായി മാറും. ദൂത് മനസ്സിലായോ? എൻ്റെ മേലുള്ള വിളി ചെറുതല്ല. ഒരു അസാധാരണ കോളിങ് എൻ്റെ മേൽ കിടക്കുന്നുണ്ട്. രാജ്യങ്ങളെ പിടിക്കാനുള്ള അഭിഷേകം, ദേശത്തെ കൈവശമാക്കാനുള്ള അഭിഷേകം. ഒരു സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഇന്ന് രാത്രി ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് രാത്രി മുതൽ ഈ ആരാധനാലയം വിട്ട് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളോട് പറയണം, ഞാൻ സാധാരണക്കാരൻ അല്ല, എൻ്റെ വിളി ചെറുതല്ല, എൻ്റെ മേൽ ഒരു അസാധാരണ വിളിയുണ്ട്. ആ വിളി എൻ്റെ മേലുണ്ടെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കളുണ്ട്? അവർ ഒന്ന് ചാടി എഴുന്നേറ്റ്, അവരെല്ലാവരും ആ കസേര വിട്ട് ഒന്ന് മുന്നിലേക്ക് കയറി
കയറി നിൽക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് മുന്നിലേക്ക് കയറി നിൽക്കണം. നമ്മളൊന്ന് ആത്മാവിൽ ആരാധിക്കാൻ പോകുക. പ്ലീസ്, ഈ സമയത്ത് അഭിഷിക്തന്മാരെല്ലാം ഈ സമയത്ത് മുന്നോട്ട് വരും. അവരെല്ലാം നിങ്ങളുടെ മേൽ തലേ കൈവച്ച് പ്രാർത്ഥിക്കും. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ മേൽ പകരും. ജനകൾ കരകഥനാഥല കയറി വന്നാട്ടെ. കുഞ്ഞുങ്ങളെല്ലാം കയറി വന്നോട്ടെ, മക്കളെല്ലാം കയറി മുന്നോട്ട് പോ. മക്കളെ, നിങ്ങളുടെ മേലെല്ലാം ഒരു അഭിഷേകം ഇന്ന് രാത്രി ചലിക്കോ. ആ കസേരയെല്ലാം മുമ്പിൽ നിന്ന് മാറ്റിക്കേ. പറ്റുമെങ്കിൽ മക്കളെ, ആ ഫ്രണ്ട് ഡ്രോയിലെ കസേരകളെല്ലാം ഒന്ന് പുറകോട്ട് മാറ്റി വെച്ച് ആത്മാവിലൊന്ന് ആരാധിക്കാൻ പോകുക. അടുത്ത് നിൽക്കുന്ന ആരെയും നിങ്ങൾ നോക്കരുത്. ഒരു ആത്മാവിന്റെ കൈമാറ്റത്തിന്റെ രാത്രിയായി മാറാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഒന്ന് ആരാധിച്ച്, ആത്മാവിൽ ഒന്ന് ആരാധിച്ച്, ദൈവസഭയൊന്ന് ആരാധിച്ച്, ഈ രാത്രി വേളയിൽ അധികാരം ഏറ്റെടുത്ത് ദൈവമക്കൾ ആത്മാവിൽ ആരാധിച്ച്.